നമസ്കാരം, ഞാൻ വി.എസ്. കൃഷ്ണരാജ്. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ SFIO പിടിച്ചെടുത്ത ഡയറി എവിടെ? ഡയറിയും അനുബന്ധ രേഖകളും വേണമെന്ന് ED വിചാരണ കോടതിയിൽ അപേക്ഷ നൽകും. ബംഗാൾ ഗവർണർ മുർഷിദാബാദിലേക്ക്. അക്രമത്തിനിരയായ ഹിന്ദു കുടുംബങ്ങളെ കാണും. സന്ദർശനം പ്രധാനമന്ത്രി ഓഫീസുമായും ആഭ്യന്തര മന്ത്രാലയവുമായും നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. വനിതാ CPO ഉദ്യോഗാർത്ഥികൾക്ക് നിർണായക ദിവസം. റാങ്ക് ലിസ്റ്റ് കാലാവധി നാളെ കൂടി. പ്രതിഷേധം കടുപ്പിക്കും. ഓടിയൊളിച്ച ഷൈൻ ടോം ചാക്കോയെ തേടി പോലീസ്. സിനിമാ സെറ്റുകളിൽ ലഹരി തേടി പ്രത്യേക സംഘം. അമ്മയുടെ നിലപാട് ഇന്നറിയാം. നടനെ പുറത്താക്കണമെന്ന് ഒരു വിഭാഗം. ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്വാതന്ത്ര്യ പോരാട്ട കഥ ഇന്നു മുതൽ തിയേറ്ററുകളിൽ. കേസരി 2 കാണാൻ കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇതിവൃത്തം. ബ്രിട്ടീഷുകാരെ കോടതി കയറ്റിയ ഏക മലയാളി അധ്യക്ഷനെ മറന്ന് കോൺഗ്രസ്. ഭക്തിസാന്ദ്രം ശബരിമല സന്നിധാനം. കന്യയ്യപ്പനായി സൂപ്പർ താരം കാർത്തി. ഓരോ വട്ടവും പുതിയ അനുഭവങ്ങളെന്ന് ജയം രവി. 9-10 டைம்ஸ் வந்திருக்கேன். 2015லேருந்து வந்துட்டு இருக்கேன். முதல்ல மகர சங்கராந்திக்கு தான் வந்தோம். அண்ட் நிறைய தடவை மகர சங்கராந்திக்கு வந்திருக்கோம். மகர விளக்கு பார்த்துட்டு நிறைய லைஃப் சேஞ்சிங் மொமெண்ட்ஸ் நடந்திருக்கு. அண்ட் என் குரு சுவாமி ஜெயராம் சுவாமி இந்த வாட்டி வர முடியல, அவரை மிஸ் பண்ணுறேன். இந்த வாட்டி മേടമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും. തിരുവനന്തപുരം RCC ഡയറക്ടറുടെ നിയമനം വിവാദത്തിൽ. സർക്കാർ രൂപീകരിച്ച കമ്മിറ്റി ഏകപക്ഷീയമെന്ന് വിമർശനം. ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആക്ഷേപം. ഇന്ന് ദുഃഖവെള്ളി. പീഡാനുഭവ സ്മരണ പുതുക്കി വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ. IPL ഹൈദരാബാദിനെ തോൽപ്പിച്ച് മുംബൈ. വിജയം 4 വിക്കറ്റിന്. ഇന്ന് ബാംഗ്ലൂർ പഞ്ചാബ് പോരാട്ടം. അപ്പോൾ ഇന്നും നമ്മൾ ശബരിമലയിൽ നിന്നാണ് തുടങ്ങുന്നത് പുത്തൻപുലരി. മേടമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നടയ്ക്കും. തിരുവുത്സവം, വിഷു, മേടപൂജകൾക്കായുള്ള 18 ദിവസത്തെ ദർശന കാലയളവിനാണ് ഇന്ന് സമാപനമാവുക. സന്നിധാനത്ത് നിർമ്മിക്കുന്ന പുതിയ ഭസ്മക്കുളത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം രാവിലെ നടക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല തിരക്കായിരുന്നു. ഇന്നെങ്ങനെ? കൃഷ്ണരാജ്, 18 ദിവസത്തെ പുണ്യകരമായ പുണ്യ നിമിഷങ്ങൾക്ക് ഇന്ന് സമാപനമാകുകയാണ്. നീണ്ട 18 ദിവസമാണ് ഈ മാസം ശബരിമല നട തുറന്നിരുന്നത്. തിരുവുത്സവം, മേടമാസ, വിഷു പൂജകൾക്കായി നട തുറന്നിരുന്ന ഈ 18 ദിവസങ്ങൾക്ക് ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ സമാപനമാകും. ഈ 1-ാം തീയതി നട തുറന്ന ദിവസം മുതൽ നമ്മളും പതിവ് പോലെ തന്നെ ജനം TVയും സന്നിധാനത്ത് ഉണ്ടായിരുന്നു. തിരുവുത്സവത്തിന്റെ വിശിഷ്ടമായ ഓരോ ചടങ്ങുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, സന്നിധാനത്തെ ഓരോ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്കും പതിവ് പോലെ തന്നെ ജനം TVക്കും സാധിച്ചു. ഇന്നും തിരക്കുണ്ട്. ഇന്നലെ 40,956 ഭക്തജനങ്ങളാണ് ദർശനം നടത്തിയത്. 18 ദിവസം നട തുറന്നിരുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയ ദിവസങ്ങളിൽ ഒന്നായിരുന്നു. വിഷുവിന് ശേഷം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ 40,000-ന് മുകളിൽ ഭക്തർ എത്തിയ ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് രാവിലെയും ശരാശരി തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് നടയടയ്ക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ അത്രയും തിരക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ കൂടി ശരാശരി തിരക്ക് ഇന്ന് രാവിലെയും സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇനി പതിവ് പൂജകൾ ഇപ്പോൾ നടക്കുന്നു. ഉഷപൂജ, ഉച്ചപൂജ അടക്കമുള്ള പൂജകൾ പൂർത്തിയാക്കി 1 മണിക്ക് നടയടയ്ക്കും. 4 മണിക്ക് നട തുറക്കും. പിന്നീട് ദീപാരാധന അടക്കമുള്ള ചടങ്ങുകൾ 7 മണിക്ക് പടിപൂജ
പൂജയുണ്ട്. രാത്രി 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കും. പുതിയതായി നിർമ്മിക്കുന്ന ഭസ്മക്കുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം രാവിലെ 8:30 തന്ത്രി കണ്ഠരര് രാജീവരും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ചേർന്ന് നിർവഹിക്കും. പുതിയ ഭസ്മക്കുളം പഴയ കുളം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ ഭസ്മക്കുളം നിർമ്മിക്കുന്നത്. 18-ാം പടിക്ക് മുന്നിൽ വലിയ നടപ്പന്തലിന് പിറകുവശത്താണ് പുതിയ കുളം നിർമ്മിക്കുന്നത്. 15.72 മീറ്റർ വീതിയും 21 മീറ്റർ നീളത്തിലുമാണ് പുതിയ കുളത്തിന്റെ നിർമ്മാണം. 13 അടി ആഴത്തിൽ നിർമ്മിക്കുന്ന കുളത്തിൽ 5 അടി ആഴത്തിൽ വെള്ളമുണ്ടാകും. അത്യാധുനിക എല്ലാ സൗകര്യങ്ങളോടും കൂടി ശുചീകരണമടക്കമുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് പുതിയ കുളം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. നിലവിലുള്ള കുളം ഭസ്മക്കുളം മാളികപ്പുറത്തിന്റെ ഫ്ലൈ ഓവറിന് താഴെയുള്ള നിലവിലുള്ള കുളം അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഭക്തർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ടാകും പുതിയ കുളത്തിന്റെ നിർമ്മാണം നടക്കുക. എന്തായാലും ഭക്തി സ്വാതന്ത്ര്യമായിട്ടുള്ള ദിവസങ്ങൾക്ക് സമാപനമാകുമ്പോൾ ഇന്ന് അവധിയൊക്കെ ആയതുകൊണ്ട് മലയാളികളും കൂടുതലായി എത്തുന്ന ഒരു ദിവസമായി മാറുകയാണ്. 10-ാം തീയതി വരെ തിരക്ക് ഇല്ലായിരുന്നു. 10-ാം തീയതി വരെയുള്ള കാഴ്ചകളിൽ നിന്നും എത്രയോ സന്തോഷത്തോടെയാണ് ഭക്തജനങ്ങൾ നിർവൃത്തിയോടെയാണ് ദർശനം നടത്തി മടങ്ങുന്നത് എന്നുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. 10-ാം തീയതിക്ക് ശേഷം തിരക്ക് വർദ്ധിക്കുന്നു. അത് വിഷുവിന് തലേദിവസം മുതൽ വലിയ തിരക്കിലേക്ക് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന ദിവസങ്ങളെ ഓർമ്മിപ്പിക്കും വിധത്തിലേക്ക് സന്നിധാനത്തെ കാഴ്ചകൾ മാറുന്നു. മലയാളികൾ 10-ാം തീയതി വരെ കൂടുതലായി എത്തിയപ്പോൾ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന രീതിയിൽ 10-ാം തീയതിക്ക് ശേഷം അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് കൂടുതലെത്തി. കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളുടെ വലിയ തിരക്കായിരുന്നു 10-ാം തീയതിക്ക് ശേഷം കണ്ടത്. അതിനുശേഷം വിഷുവിന് ശേഷമുള്ള ദിവസങ്ങളിൽ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ കഴിഞ്ഞ 4 ദിവസമായി മലയാളികളും കൂടുതലായി എത്തുന്നു. അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് കുട്ടികളെയും കുഞ്ഞയ്യപ്പന്മാരെയും കുഞ്ഞു മാളികപ്പുറങ്ങളെയും ഒക്കെ ആയിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തുകയും മലയാളികൾ എത്തുകയും ചെയ്തു. കഴിഞ്ഞ ഒരു 3 ദിവസമായി മലയാളികളുടെ എണ്ണവും ഒപ്പം അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണവും തുല്യമായി ഉണ്ട്. 3 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങൾ ഈ 18 ദിവസങ്ങളിലായി ദർശനം നടത്തിയിട്ടുണ്ട്. ഏകദേശ കണക്ക് പ്രകാരം 3,30,000 മുകളിൽ ഭക്തജനങ്ങളാണ് ഇന്നലെ വരെ ദർശനം നടത്തിയത്. വലിയ തിരക്ക് ക്രമീകരണങ്ങൾ മീനമാസ പൂജാ സമയത്ത് നടപ്പിലാക്കിയ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നേരിട്ടുള്ള ദർശന ക്രമീകരണം 10-ാം തീയതി വരെ വലിയ കുഴപ്പമില്ലാതെ ക്രമീകരിക്കാൻ സാധിച്ചുവെങ്കിൽ 10-ന് ശേഷം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടതോടുകൂടി ഈ ക്രമീകരണം കാര്യമായി തന്നെ മുന്നോട്ട് നീക്കാൻ സാധിക്കാതെ വരികയും പിന്നീട് ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഫ്ലൈ ഓവർ ക്രമീകരിച്ചുകൊണ്ട് ദർശനം ക്രമീകരിക്കുന്ന രീതിയുമായിരുന്നു സന്നിധാനത്ത് നിന്നും കണ്ടത്. ഫ്ലൈ ഓവറിലൂടെ ഭക്തജനങ്ങളെ സാധാരണ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി എങ്ങനെയാണോ ക്രമീകരിക്കുന്നത് മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറാൻ അനുവദിച്ചുകൊണ്ട് നടപ്പന്തലിൽ നിന്നും ഘട്ടം ഘട്ടമായി 18-ാം പടി കയറ്റിവിട്ട് അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായി ഫ്ലൈ ഓവറിലേക്കും ഭക്തജനങ്ങളെ മാറ്റിക്കൊണ്ടുള്ള സംവിധാനമായിരുന്നു 10-ാം തീയതിക്ക് ശേഷം നടപ്പാക്കിയത്. ഇത് എത്രമാത്രം പ്രായോഗികമായി ഇനി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തും ഇനിയുള്ള ദർശന സമയത്തുമൊക്കെ നേരിട്ടുള്ള ദർശന ക്രമീകരണം നടപ്പാക്കാൻ സാധിക്കും എന്നത് ദേവസ്വം ബോർഡ് കൃത്യമായി തന്നെ വിലയിരുത്തി അത് നടപ്പിലാക്കേണ്ടി പരീക്ഷണാടിസ്ഥാനം തുടരുമോ എന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനമെടുക്കേണ്ടതായി വരും. തിരക്ക് കൂടുതലാകുന്ന സാഹചര്യത്തിൽ ഫ്ലൈ ഓവർ ഉപയോഗിക്കാതെ നിർവാഹമില്ല എന്നുള്ള കാഴ്ചയാണ് സന്നിധാനത്ത് നിന്ന് നിലവിൽ കാണാൻ കഴിയുന്നത്. ചില സെലിബ്രിറ്റി മുഖങ്ങളൊക്കെ ഇന്നലെ സന്നിധാനത്ത് ഭഗവാനെ കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. പ്രശസ്ത തെന്നിന്ത്യൻ താരങ്ങളായ കാർത്തിയും ഒപ്പം രവി മോഹനും ഇന്നലെ ദർശനത്തിനെത്തി. ഹരിവരാസനം സമയത്താണ് ഇരുവരും ഇരുമുടിക്കുട്ടിയോടുകൂടി 18-ാം പടി കയറി പ്രതികരണങ്ങൾ മിഥുൻ എടുത്തിരുന്നു, അത് നമ്മൾ കാണിക്കുന്നുമുണ്ട്. ഈ ദിവസങ്ങളിൽ ശബരിമല സന്നിധാനം എന്താണെന്ന് അനുഭവം മിഥുൻ മുരളിക്കുണ്ട്. അതായത് ഒരു മിനി തീർത്ഥാടന കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിഷു വന്നു, മേടപൂജകൾ ഒക്കെയും കണ്ടതാണ്. മിഥുന് കൃത്യമായൊരു ദിനചര്യ സന്നിധാനവുമായി ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ ആകെത്തുക ഒന്ന് പറയാമോ? കൃഷ്ണരാജ് 18 ദിവസം സന്നിധാനത്ത് അയ്യപ്പസ്വാമിക്ക് ഒപ്പം ജനം ടി വി സംഘമായി ഞാനും ക്യാമറമാൻ അജയൻ നായരും ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഞങ്ങൾ രണ്ടും ഭക്തിയോ ചേർന്ന് കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ 2 ദിവസങ്ങൾ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നേരിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ദിവസങ്ങളായിരുന്നു. രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് ഉണ്ടാകും. വൈകിട്ട് ഹരിവരാസനം ശേഷമാണ് തിരികെ മടങ്ങുന്നത്. രാവിലെ നട തുറക്കുമ്പോൾ രാവിലെ ലൈവിന് വേണ്ടി എത്തും, പ്രാർത്ഥനയുണ്ടാകും, അയ്യപ്പസ്വാമിയെ കാണും. പിന്നീട് വൈകിട്ടും സമാനമായ രീതിയിൽ ആദ്യ ദിവസങ്ങളിൽ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ദർശനം സുഗമമായി തന്നെ ലഭിച്ചു. പിന്നീട് തിരക്ക് വരുന്ന ദിവസങ്ങളിലാണ്
ഞങ്ങൾക്ക് ദർശനം ലഭിക്കാതിരുന്ന ദർശനം കിട്ടാതിരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ 10-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളായിരുന്നു. ആദ്യ ദിവസങ്ങളിലൊന്നും നമ്മൾ കണ്ട കാഴ്ചകളിലൊന്നും ഒട്ടും തിരക്കില്ലാതിരുന്നതുകൊണ്ട് തന്നെ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു, ഏറ്റവും പുണ്യകരമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. ഒപ്പം തന്നെ വിശിഷ്ടമായിട്ടുള്ള ആ ചടങ്ങുകൾക്ക്, അത് വിളക്കിനെഴുന്നള്ളിപ്പായാലും ഉത്സവബലി ആയാലും പള്ളിവേട്ട എഴുന്നള്ളത്തായാലും ആറാട്ടായാലും അങ്ങനെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ ചടങ്ങുകൾ ദർശിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യം തരുന്ന, സൗഭാഗ്യം തരുന്ന നിമിഷങ്ങളായിരുന്നു. അതിൻ്റെ ഒരു പുണ്യം കൂടി നുകർന്നുകൊണ്ടാണ്, അനുഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത്. നമ്മൾ ജനം TV മാത്രമാണ് സന്നിധാനം ശബരിമല നട തുറന്നിരിക്കുന്ന മുഴുവൻ ദിവസങ്ങളിലും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും വിശിഷ്ടമായ ചടങ്ങുകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് സന്നിധാനത്ത് ഉണ്ടാവുക. ഇത്തവണയും ഓരോ ചടങ്ങും, വിശിഷ്ടമായ ഓരോ ചടങ്ങും അതിൻ്റെ പവിത്രതയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ നിർവൃതി, ഒപ്പം ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു എന്നതിൻ്റെ സന്തോഷം എനിക്കും എൻ്റെ ക്യാമറമാൻ, പത്തനംതിട്ട ബ്യൂറോയിലെ ക്യാമറമാൻ അജയൻ നായർക്കും ഉണ്ട്. അതിൻ്റെ നിർവൃത്തിയോടുകൂടിയാണ് ജനം TV സംഘം ഇന്ന് മലയിറങ്ങുന്നത്. 10 മണിക്ക് വളരെ സന്തോഷം മിഥുൻ മുരളി. ഏതായാലും 18 ദിവസങ്ങൾ അയ്യൻ്റെ സന്നിധിയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കിട്ടിയത് മഹാഭാഗ്യം തന്നെ. അത് നമ്മുടെ ക്യാമറാമാനോടുകൂടി പറയൂ. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ആ അനുഭവങ്ങൾ അദ്ദേഹവും ഓർക്കുന്നുണ്ടാകും. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ തൽക്കാലം നിർവാഹമില്ലല്ലോ. സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. തമിഴ് താരങ്ങളായ കാർത്തിയും രവിമോഹനും ശബരിമലയിൽ ദർശനം നടത്തി. ഇന്നലെ രാത്രിയോടെയാണ് ഇരുവരും ഇരുമുടിക്കെട്ടുമായി 18-ാം പടി കയറി ദർശനത്തിനെത്തിയത്. ഹരിവരാസന സമയത്ത് ദർശനം നടത്തിയ ഇരുവരും ഇന്ന് മലയിറങ്ങി. കന്നിസ്വാമിയായാണ് കാർത്തി സന്നിധാനത്തെത്തിയത്. ഓരോ തവണ ശബരിമലയിൽ വരുമ്പോഴും പുതിയ അനുഭവങ്ങളാണെന്ന് രവിമോഹൻ ജനം ടിവിയോട് പറഞ്ഞു. നടൻ ജയറാമാണ് ഗുരുസ്വാമി. കന്നിസ്വാമിയായുള്ള മലകയറ്റം വാക്കുകൾക്കതീതമായ പുണ്യ അനുഭവമാണ് നൽകിയതെന്ന് കാർത്തിയും ജനം ടിവിയോട് പ്രതികരിച്ചു. ஒரு 9-10 டைம்ஸ் வந்திருக்கேன். 2015லேருந்து வந்துட்டு இருக்கேன். முதல்ல மகர சங்கராந்திக்கு தான் வந்தோம். அண்ட் நிறைய தடவை மகர சங்கராந்திக்கு வந்திருக்கோம். மகர விளக்கு பார்த்துட்டு நிறைய லைஃப் சேஞ்சிங் மூமெண்ட்ஸ் நடந்திருக்கு. அண்ட் என் குருசுவாமி ஜெயராம் சுவாமி இந்த வாட்டி வர முடியல, அவரை மிஸ் பண்ணுறேன். இந்த வாட்டி கார்த்தி சுவாமி வந்திருக்காரு ஃபர்ஸ்ட் டைம், ரொம்ப சந்தோஷம். அண்ட் எங்கள் கூட வந்திருக்காரு. அண்ட் இது ஒவ்வொரு தடவை வரும்போதும் முதல் தடவை வர ஒரு ஃபீலிங் தான் எப்போவுமே. இது ரொம்ப சந்தோஷம். அண்ட் எப்போவுமே வரணும்னு ஆசைப்பட்றேன். என்னால் முடிஞ்ச வரைக்கும் எவ்ரி இயர் கண்டிப்பாக வருவேன். கண்டிப்பாக அது ஐயப்பனுடைய அருள் எனக்கும் எல்லாருக்கும் எல்லார் குடும்பங்களுக்கும் கிடைக்கணும்னு எப்போவுமே பிரார்த்தனை பண்ணுவேன் நான். அண்டு அது எனக்கு க்ளோஸ் டு த ஹார்ட்னு சொல்லுவாங்களே, அந்த தெய்வம் ஐயப்பன் சுவாமி. அவர் முதல் வாட்டி கார்த்தி சுவாமி வந்திருக்காரு, ரொம்ப சந்தோஷம். அண்டு நானும் ஜெயராம் சுவாமி பொன்னியின் செல்வன் படத்தில் அவர்கிட்ட சொல்லிகிட்டே இருப்போம், நீ வரணும், கூட வரணும் அப்படின்னு சொல்லிகிட்டே இருப்போம். அவரும் ஆசைப்பட்டார், அதனால் முதல் தடவை வந்திருக்கோம். நம்ம சசி சுவாமி எப்போவுமே எங்களை எப்போ போனாலும் அன்பாக கூட்டு போகிறவர் அவர். ஸோ இவங்கெல்லாம் இருக்கும் போது எப்போவுமே ஒரு நல்லவங்க கூட இருப்பாங்க இல்லையா, அந்த மாதிரி ஒரு ஃபீலிங் எப்போவுமே வரும். அண்டு நிறைய பேர் வரணும்னு ஆசைப்பட்றேன் நான். வேண்டிக்கிறவங்க கண்டிப்பாக வரணும். தரிசனம் நாளைக்கு காலையில் முடிச்சுட்டு இறங்கி இப்போ ஹரிவராசனம் பார்த்தோம் கரெக்டாக. அதுதான் இப்படி இருக்கு, ஓடி வந்தோம் எல்லோரும் கரெக்ட் டைமுக்கு வரணும்னு. பட் அது தெரியாது இல்லையா, டயர்டே தெரியாது, எப்படியாவது வந்து பார்த்துடணும் அப்படின்னு. ஸோ வந்துட்டோம், பார்த்துட்டோம். காலையில் மறுபடியும் பூஜைக்கு பார்த்துட்டு கிளம்புறேன். படத்துக்காக நான் எப்போவுமே வர்றதே இல்லை. படம் அது வந்துட்டு அது டீம் எஃபர்ட், ஹார்ட் ஒர்க்கு, அது கொஞ்சம் க்ரியேட்டிவிட்டி அதெல்லாம் சொல்லுவாங்க. நான் ஆல்வேஸ் ஐ கம் ஃபார் பீஸ், ஃபார் ஐயப்பா. ஆல்வேஸ் ஐ ஆல்வேஸ் கெட் பீஸ் வென் ஐ see ஐயப்பா. கன்னிசாமி ஃபஸ்ட் டைம் இங்கே சபரிமலை, இங்கே சசிசாமி கூட, ரவி கூட, ஃப்ரெண்ட்ஸ் கூட ஃபஸ்ட் டைம் வந்திருக்கு. ரொம்ப லக்கி. ஃபஸ்ட் டைம் ஹரிவராசனம் பார்க்கும்போது அந்த அவ்வளோ டிவைனாக இருக்குது, எல்லாரும் அங்கே நின்று பாடும்போது. இப்போ மகர ஜோதிக்கு வரணும்னு ஆசையாக இருக்குது. ரொம்ப ஃபஸ்ட் டைம் எக்ஸ்பீரியன்ஸே அவ்வளோ ஸ்பெஷல், ரொம்ப ஸ்பெஷலாக இருக்குது. ரொம்ப சந்தோஷம், ரொம்ப சந்தோஷம். அது அப்புறம் வரேன். இப்போ ஜஸ்ட்டு சாமி பார்க்க வந்தது, பிரார்த்தனை எதுவும் இல்லை, வேண்டுதல் எதுவும் இல்லை, வெறும் பிரார்த்தனை தான். ரொம்ப நல்லா இருக்குது. இங்கே எல்லோரும் வயசானவங்கலேருந்து குழந்தையெல்லாம் இங்கே வரும்போது பார்க்கும்போது அது ரொம்ப இவ்வளோ வருஷம் வரலையேன்னு இப்போ தான் தெரியுது. இதான் ஃபஸ்ட் டைம் வரேன். ரொம்ப சந்தோஷம், ரொம்ப சந்தோஷம்.
வரணும். ஆமாம், அடுத்தது வந்து ஜோதி அப்போ வரணும்னு ஆசையாக இருக்குது. அவர் தான் கூட்டிகிட்டு வந்தது. இந்த வாட்டி நீ வந்தே ஆகணும்னு சொல்லி கூட்டிகிட்டு வந்தது ரவி தான். நான் ஜெயராம் சார் கூட வரலான்னு பிளான் பண்ணோம். நெக்ஸ்ட் டைம் ஜெயராம் சார் கூட ஒரு தடவை வந்துட்டு போனோம். சீக்கிரம் வரணும். ஆமாம் ஆமாம், இப்போ குருசாமி சொல்லும். இல்லை, இப்போ சசிசாமி இருக்காரு. இன்னும் கொஞ்ச நாள் அவர் ப்ரொமோட் ஆகி அவரும் குருசாமி ஆகிடுவார். ஆமாம், ரொம்ப ரொம்ப ஸ்பெஷல். மேலே ஏறி வந்தது சரி, இப்போ 10 நாள் விரதம் இருந்து மேலே வந்தது, அப்புறம் வீட்டில் பூஜை பண்ணது, இங்கே வந்து ஃபஸ்ட் டைம் ஹரிவராசனம் நைட்டில் பார்த்தது ரொம்ப ஸ்பெஷல். இப்போ மார்னிங் பூஜைக்காக இப்போ வெயிட்டிங்க. ரொம்ப சந்தோஷம். இங்கேருந்து எல்லாரும் ரிசீவ் பண்ணி அழகாக கூட்டிகிட்டு போய் ரொம்ப ப்ளசண்ட்டாக எல்லாரும் அவ்வளோ டிசிப்ளின்டாக வெயிட் பண்ணி வர்றது ரொம்ப நல்லாயிருக்கு. ரொம்ப நல்லாயிருக்கு. தேங்க்யூ. ஆமாம், அப்சல்யூட்லி ரொம்ப 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 உண்மையான விஷயம் இது. ജയം രവി എന്ന അടുത്ത കാലം വരെ അറിയപ്പെട്ട രവി മോഹൻ ഒപ്പം കാർത്തി, തമിഴിലെ 2 സൂപ്പർ താരങ്ങൾ ഇന്നലെ സന്നിധാനത്തെത്തി അയ്യനെ കണ്ട് ഇന്ന് മലയിറങ്ങും. ഇന്ന് ദുഃഖവെള്ളിയാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശുമരണം ഏറ്റുവാങ്ങിയ വെള്ളിയാഴ്ച. ഇന്ന് നടക്കുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെ കാർമ്മികത്വം വഹിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരം പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ടിൻഡുദാസ്, കൊച്ചി ഇടപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ, കോഴിക്കോട് ഗോഡ് ഓഫ് മദർ കത്തീഡ്രലിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ എന്നിവർ ഒപ്പം ചേരും. ടിൻഡുദാസിലേക്ക് ആദ്യം. ടിൻഡു, പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ചേർന്നത് പാളയം ലാത്തിൻ സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്നുമാണ്. കുരിശിൻ്റെ പാതയിൽ അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയിലുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിച്ച നേതൃത്വങ്ങളുടെ പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. ദുഃഖവെള്ളിയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനായി മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. അതായത് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ മനുഷ്യരാശിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. സത്യത്തിൽ നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ദുഃഖവെള്ളി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ക്ഷമയുടെ സന്ദേശമാണ്. അതായത് ക്ഷമിക്കുന്ന ഒരു സംസ്കാരത്തിന് മാത്രമേ ലോകത്തെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നത് തന്നെ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന, അതായത് ഇന്നും മനുഷ്യൻ ചെയ്യുന്ന പല ഭ്രാന്തം പ്രവർത്തനങ്ങളും അറിയാതെ ചെയ്തു പോകുന്നതായിരിക്കും, മനഃപൂർവ്വമൊന്നും ആയിരിക്കില്ല. അതിൻ്റെ ഫലമൊക്കെ ലോകം മുഴുവനും നേരിടുന്നു, രാജ്യങ്ങൾ നേരിടുന്നു, സംസ്ഥാനങ്ങൾ നേരിടുന്നു, അല്ലേ? അപ്പോൾ ക്ഷമിക്കുന്ന സംസ്കാരം. അതുപോലെ തന്നെ കുരിശിൽ കിടക്കുന്ന 2 കള്ളന്മാരുണ്ട്. ഒരു കള്ളൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. നീ നിന്നെ തന്നെ രക്ഷിക്കി, ഞങ്ങളെയും രക്ഷിക്കി, അങ്ങനെ പറഞ്ഞു. അതേസമയം മറ്റൊരു കള്ളൻ പറഞ്ഞു, നീ നിന്റെ പരദീസായിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. പക്ഷെ ആദ്യമായിട്ട് സ്വർഗം വാഗ്ദാനം, അവൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗം കിട്ടിയ ഒരു മനുഷ്യനാണ് നല്ല കള്ളൻ എന്ന് പറയുന്നത്. അയാൾ പ്രാർത്ഥിച്ചതാണ്, നീ സ്വർഗത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ പരദീസായിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. നീ ഇന്ന് തന്നെ പരദീസായിൽ ഉണ്ടായിരിക്കുമെന്ന് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ യേശു പ്രഖ്യാപിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള പ്രഖ്യാപനം. ശരിക്കും പറഞ്ഞാൽ ആ നല്ല കള്ളനെ കുറിച്ച് പറയുന്നത്, അവൻ ജീവിതം മുഴുവനും നടന്നു, അവസാനം ഈശോയുടെ ഹൃദയം കവർന്നെടുത്തിട്ടാണ് അവൻ ഈ ഭൂമിയിൽ നിന്നും പോകുന്നതെന്നുള്ളതാണ്. ഹൃദയം കവരുന്നവർക്ക് രക്ഷയുണ്ട്. ഹൃദയം കവരുന്നവർക്ക് രക്ഷയുണ്ട്. യെസ്, ഹൃദയം എപ്പോഴും
സ്നേഹത്തിൻ്റെ ഉറവിടമാണല്ലോ. അത് നേടിയെടുക്കുന്നത് ഭാഗ്യമാണ്. അവ ചുരുക്കം പറഞ്ഞാൽ അതുപോലെ നീതി, സത്യം, അതിനു വേണ്ടിയിട്ടാണ് യേശു മരിച്ചതെന്നുള്ളതാണ്. പീലാത്തോസ് ഒരു ഭരണാധിപനായിരുന്നു. സത്യം എന്തെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. യേശു നിരപരാധിയാണെന്നും യേശു മരണം അർഹിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ നിന്നെ ജൂതന്മാരുടെ അവർ പറഞ്ഞതനുസരിച്ച് വിട്ടുകൊടുക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളുടെ ക്ഷമയുടെ സന്ദേശം എന്ന് പറയുന്ന സമയത്ത് ഈ കാലത്ത് അത് അത്യാവശ്യമാണത്. ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ്. ഒരു രാജ്യങ്ങളെയും രക്ഷിക്കാൻ പറ്റുന്ന സംസ്കാരം ക്ഷമയുടെ സംസ്കാരമാണ്. നമ്മുടെ രാജ്യത്ത് നോക്കിയോ പല ഭീകര പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മനുഷ്യന് സ്നേഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. പരസ്പരം ക്ഷമിക്കുകയും പൊറുക്കുകയും മറക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യരാശി മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രമാത്രം പുരോഗതി ഉണ്ടാവും. യുദ്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തനി ഭ്രാന്താണ്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ബോംബുകളിട്ട് നശിപ്പിക്കുക. എത്ര രാജ്യങ്ങളാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത്. ദൈവം മനുഷ്യന് ഇതുപോലെയുള്ള കഴിവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മനുഷ്യരാശിയെ പുരോഗമിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ആ മനുഷ്യരുടെ ഇടയിലേക്ക് ഓരോ രാജ്യങ്ങളും ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഓരോ രാജ്യത്തെയും നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിന് പകരം ഉള്ള പണം മുഴുവനും ഈ യുദ്ധത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച് നമ്മുടെ ലോകത്തെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹാവശ്യം, വിട്ടുവീഴ്ചകളുടെ ഒരു മനോഭാവം, അത് ഒരു ചെറുതാകലിൻ്റെ മനോഭാവം, ഒരു കുനിയുന്നതിൻ്റെ മനോഭാവം. നമ്മുടെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുനിയാനും ചെറുതാകാനൊന്നും ആരും തയ്യാറല്ല, വിട്ടുകൊടുക്കില്ല. അതാണ്. പക്ഷെ ഒന്ന് വിട്ടുകൊടുത്താൽ ഒരു യുദ്ധം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഒന്ന് വിട്ടുകൊടുത്താൽ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ സാധിക്കും. ഒന്ന് വിട്ടുകൊടുത്താൽ നമ്മുടെ സംസ്ഥാനത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ തരത്തിലും വിട്ടുകൊടുക്കലിൻ്റെ, ചെറുതാകലിൻ്റെ, എളിമയുടെയൊക്കെ ഒരു സംസ്കാരം വളർത്തണമെന്ന് ദുഃഖവെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതെ അതെ മുൻപത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നതാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 610 കുടുംബങ്ങൾ ദുഃഖിതരാണ്, വേദനയിലാണ്. അവർക്കൊരു ബാങ്കിൽ പോയിട്ടൊരു പൈസ പോലും എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് അതിൻ്റെ രജിസ്ട്രേഷനൊന്നും ശരിക്ക് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് പരിഹരിക്കേണ്ട കടമ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും മറ്റുള്ള എല്ലാ പാർട്ടിക്കാർക്കുമുണ്ട്. അതായത് അവരുടെ പ്രശ്നം ഒരു യഥാർത്ഥ പ്രശ്നമായി കണ്ടുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് തീർത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടി ശ്രമിച്ച് പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടൊക്കെ പറഞ്ഞ് അത് എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് അത് ഒരു ജുഡീഷ്യൽ കാര്യമായതുകൊണ്ട് ഇപ്പോൾ അധികം പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. ഇനിയിപ്പോൾ കോടതിയുടെ കയ്യിൽ വന്ന കാരണം കോടതിയായിരിക്കും തീരുമാനങ്ങളെല്ലാം അറിയിക്കുന്നത്. കണ്ടത്. നമുക്കൊപ്പം തിരുവനന്തപുരം പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് ടിൻഡു ദാസ് ഒപ്പം ചേരുന്നുണ്ട്. ടിൻഡു, കുരിശിൻ്റെ വഴി തുടങ്ങി അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, കുരിശിൻ്റെ വഴിയിൽ യേശുക്രിസ്തുവിൻ്റെ പീഡകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ പിലാത്തോൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത മല വരെയുള്ള യേശുക്രിസ്തുവിൻ്റെ പീഡകളെ സ്മരിച്ചുകൊണ്ടുള്ള കുരിശിൻ്റെ വഴിയിൽ ഘോഷയാത്ര പാളയം സെൻറ് ജോസഫ് പള്ളിയിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ലത്തീൻ കത്തോലിക്ക സഭയും മലങ്കര റോമിക് സഭയും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഇത്തവണ കുരിശിൻ്റെ വഴിയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും.
തിരുവനന്തപുരം ലാത്തിൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പിതാവും അതോടൊപ്പം തന്നെ മലങ്കര സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമിസ് ബാവയും ഈ കുരിശിൻ്റെ വഴിയിൽ ഘോഷയാത്രയിൽ അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയിൽ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, രണ്ട് സഭയും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ലോക മാനവ ജനതയ്ക്ക് അല്ലെങ്കിൽ ലോക ക്രൈസ്തവ സഭകൾക്ക് സന്ദേശം നൽകാനായി കുരിശിൻ്റെ വഴിയിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലഹരിക്കെതിരെ കുഞ്ഞുകുട്ടികൾ ലഹരിയിൽ പിടിപെടുന്നതും അതോടൊപ്പം തന്നെ ലഹരിയുടെ ദുരുപയോഗവുമാണ് ഇന്ന് പ്രധാനമായിട്ടും പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ തോമസ് ജെ നെറ്റോവും അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് മലങ്കര ആർച്ച് ബിഷപ്പ് ക്ലിമിസ് ബാവയും സഭയ്ക്ക് സന്ദേശമായിട്ട് നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓശാന ഞായറിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരാഴ്ച എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പീഡകളെ ഓർമ്മിപ്പിക്കുന്ന അതായത് മാനവരാശിക്ക് വേണ്ടി ത്യാഗം ചെയ്ത മാനവരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേക്കപ്പെട്ട യേശുക്രിസ്തുവിനെ സ്മരിക്കുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. ഒറ്റുകാശ് വെള്ളി നാണയത്തിൻ്റെ ഒറ്റുകാശിൻ്റെ വില കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ യേശുക്രിസ്തുവിൻ്റെ പീഡകളെയും ഈ ദിവസം ഓർമ്മിക്കുന്നു. അതിനെ സ്മരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പീഡകളെ സ്മരിച്ചുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം പാളയം പള്ളിയുടെ നേതൃത്വത്തിൽ ഈ വീഥികളിലൂടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഈ വീഥികളിലൂടെ കുരിശിൻ്റെ പീഡകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുരോഗമിക്കുന്നത്. വൈകുന്നേരം രണ്ട് സഭകളിലെ രണ്ട് പള്ളികളിലായിട്ട് ഇത്തരത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകളും പ്രാർത്ഥനാ ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. ഇന്ന് എന്തായാലും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് രണ്ട് സഭകളുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിക്ക് സന്ദേശം നൽകാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ സ്മരണകളെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രദക്ഷിണ ചടങ്ങ് നടക്കുന്നത്. അല്പസമയത്തിനകം ഈ പ്രദക്ഷിണം ലാത്തിൻ പള്ളിയിൽ എത്തിച്ചേരും, തിരുവനന്തപുരം സെൻറ് ജോസഫ് ലത്തീൻ ചർച്ചിൽ എത്തിച്ചേരും. പിന്നീട് അവിടെ നിന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ ആരംഭിക്കും. വൈകുന്നേരം പ്രധാന പ്രാർത്ഥനകളോടുകൂടിയും മതപരമായിട്ടുള്ള ചടങ്ങുകളോടും മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തുകൊണ്ട് ഒരുപക്ഷെ ഇന്നത്തെ ഈ പീഡകളെ അല്ലെങ്കിൽ ദുഃഖവെള്ളിയുടെ പീഡകളെ സ്മരിച്ചുകൊണ്ട് തൻ്റെ സഭയിലൂടെ അല്ലെ തങ്ങളുടെ സഭയിലുള്ള ജനങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറും. കൃഷ്ണരാജ്. ശരി, ടിൻഡുദാസാണ് പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ഇടപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിൽ നിന്ന് ജിജീഷ് കന്നാരൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, പറയൂ. കൃഷ്ണരാജ്, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ആ ഒരു സ്മരണയിൽ വിവിധ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് പല ഫാദർ റാഫേൽ തട്ടിലടക്കമുള്ള ആളുകൾ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോൾ എടപ്പള്ളി പള്ളിയിലാണ് നമ്മളുള്ളത്. ഇവിടെ നിരവധി വിശ്വാസികളാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ സെൻറ്റ് കോലഞ്ചേരി ക്യൂൻസ് മേരി ദേവാലയത്തിലാണ്. ഒപ്പം കുരിശിന്റെ വഴി പീഡാനുഭവ ഭരണകൾ ഓർമ്മകൾ പുതുക്കിയുള്ള വിവിധ ചടങ്ങുകൾ എന്നിവ ഇന്ന് വൈകുന്നേരവും വിവിധ പള്ളികളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് പ്രത്യേകമായി തന്നെയുള്ള പ്രാർത്ഥനകൾ വിവിധ പള്ളികളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ വിവിധ പള്ളികളിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ യേശു ശിഷ്യന്മാരോടൊപ്പം ആദ്യ അത്താഴം കഴിച്ച് കാലുകൾ കഴുകി വിനയത്തിന്റെ മാതൃക കാണിച്ച പെസഹ വേദത്തിന്റെ തുടർച്ചയായുള്ള ദിവസത്തിൽ പീഡാനുഭവത്തിന്റെയും കാൽവരി മലയിലെ കുരിശുമരണത്തെയും ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികൾ അനുസ്മരിക്കുകയാണ്. അതിനുള്ള നടപടികളാണ്, ചടങ്ങുകളാണ് വിവിധ പള്ളികളിൽ ഇപ്പോൾ എടപ്പള്ളി പള്ളിയിലടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പള്ളിയിലും പള്ളി വികാരികൾക്കൊപ്പം മറ്റ് പ്രധാനപ്പെട്ട വൈദികരുമെല്ലാം തന്നെ ഈ ചടങ്ങുകളുടെ ഭാഗമായി ഇപ്പോൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരികയും ചെയ്യുകയാണ്. കൊച്ചി ഇടപ്പള്ളി സെൻറ് ജോർജ് പള്ളിയിൽ നിന്ന് ജിജീഷ് കന്നാരനാണ് ഒപ്പം ചേർന്നത്. കോഴിക്കോട് ഗോഡ് ഓഫ് മദർ കത്തീഡ്രലിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, അല്പം മുമ്പ് ബിഷപ്പ് പ്രതികരിച്ചിരുന്നു. അവിടെ പ്രാർത്ഥന ശുശ്രൂഷ ചടങ്ങുകൾ എങ്ങനെയാണ്?
പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നേതൃത്വം നൽകുന്നത്. മദർ ഗോഡ് ഓഫ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച് സെന്റ് ജോസഫ് ചർച്ചിലേക്ക് കുരിശിന്റെ വഴി അവസാനിക്കുന്ന രീതിയിലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ബിഷപ്പ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മദർ ഗോഡ് ഓഫ് കത്തീഡ്രലിലാണ് ഈ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെയൊക്കെ ഭാഗമായി കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ തന്നെ നൂറുകണക്കിന് വിശ്വാസികൾ ഈ ദേവാലയത്തിന്റെ പരിസരത്ത് ഒത്തുകൂടിയിരുന്നു. 7:30 കൂടിയിട്ട് ഇവിടെ നിന്ന് ഈ കുരിശിന്റെ വഴിയുടെ യാത്ര ആരംഭിക്കും. പ്രധാനമായിട്ടും നമ്മൾക്കറിയുന്നത് പോലെ 14 സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞതുപോലെ കുരിശിന്റെ വഴിക്ക് പ്രധാനപ്പെട്ട ചടങ്ങുകളുള്ളത്. ഈ പറഞ്ഞതുപോലെ യേശു കുരിശുമായി ചുമക്കുന്ന സ്ഥലം, യേശു കുരിശുമായി വീഴുന്ന സ്ഥലം, വെറോനിക്ക യേശുവിന്റെ മുഖം തുടയ്ക്കുന്ന സ്ഥലം, യേശുവിനെ കുരിശിൽ തറയ്ക്കപ്പെടുന്ന സ്ഥലം എന്നിങ്ങനെ യേശു കുരിശിലേറ്റപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് യേശു കുരിശുമരണത്തിന് വിധിക്കുന്നതുമായി ബന്ധപ്പെട്ടതിന് ശേഷം 14 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും ഈ കുരിശിന്റെ വഴിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ യേശുവിനെ അനുകരിക്കുന്നതിന് സമാനമായ രീതിയിൽ ചെറിയ കുരിശുകളും മരക്കുരിശുകളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതപാതയെ പിന്തുടരുന്നതിന് സമാനമായ രീതിയിലാണ് അവരുടെ വിശ്വാസ കാര്യക്രമങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യേശു ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വയം കുരിശിൽ വരിച്ചു എന്നതിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഈ രീതിയിലുള്ള ഈ കുരിശുമായി ഈ ആളുകൾ കുരിശ് യാത്ര സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ചരിത്രമൊക്കെ തുടങ്ങുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് യേശു ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് മരണം വരിച്ചത് എന്ന വസ്തുത അവർ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിന്റെ ജീവിതത്തിന് സമാനമായ രീതിയിലുള്ള ജീവിതം നയിക്കുക എന്ന താല്പര്യത്തോടു കൂടിയിട്ടാണ് ഈ ക്രൈസ്തവ വിശ്വാസികളൊക്കെ ഇത്തരത്തിലുള്ള ചടങ്ങുകളുടെ ഭാഗമാകുന്നത്. എന്തായാലും ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഗോഡ് ഓഫ് മദർ കത്തീഡ്രലിൽ നിന്ന് കുരിശിന്റെ വഴി യാത്ര ആരംഭിക്കും. ആരംഭിച്ചതിന് ശേഷം ഈ നഗരം ചുറ്റിയതിനു ശേഷം ഈ അപ്പുറത്ത് തന്നെയുള്ള ക്രിസ്ത്യൻ കോളേജിന് സമീപത്തുള്ള സെന്റ് ജോസഫ് ചർച്ചിലായിരിക്കും ഈ കുരിശിന്റെ വഴിയുടെ ചടങ്ങുകൾ സമാപിക്കുക. ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് കോഴിക്കോട് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട വർഗീസ് ചക്കാലക്കലാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. വലിയ പ്രാർത്ഥനയോടുകൂടിയും ഉപവാസത്തോടുകൂടിയും കുരിശിന്റെ വഴിയോടുകൂടിയും ഒക്കെയാണ് ഈ ദിവസത്തെ, ഈ ദുഃഖവെള്ളി ദിവസത്തെ, ഉയർത്തെഴുന്നേൽപ്പിന് 3 ദിവസം മാത്രം ബാക്കിയുള്ള ഈ ദിവസത്തെ ക്രൈസ്തവ വിശ്വാസികൾ കൊണ്ടാടുന്നത്. യേശുക്രിസ്തുവിന്റെ ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മരണത്തെ വിശുദ്ധ സ്മരണയായി കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ അതിതീവ്രമായി അവർ സ്മരിക്കുന്നു, ആചരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. 3 ദിവസങ്ങൾക്ക് ശേഷം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായിട്ടുള്ള ദിവസത്തിലേക്കാണ്. ദുഃഖവെള്ളിയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശുമരണം ഏറ്റുവാങ്ങിയ വെള്ളിയാഴ്ച ദിവസം. സർക്കാരിൻ്റെ വാർഷിക ആഘോഷ ധൂർത്ത് തുടരുന്നു. എൻ്റെ കേരളം പ്രദർശനമേളകളിൽ 1,65,00,000 ചെലവാക്കി ടൂറിസം സ്റ്റാളുകൾക്ക് പുറത്ത് കാരവാൻ പ്രദർശിപ്പിക്കാൻ 10 ലക്ഷം രൂപയും ടൂറിസം വകുപ്പ് വകയിരുത്തി. പരസ്യങ്ങൾക്കും പരിപാടികൾക്കുമായി 25 കോടി അനുവദിച്ചത് ജനം TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, ഈ സർക്കാരിൻ്റെ ധൂർത്തിന് പിന്നാലെ പ്രജിത്ത് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. കൃത്യമായ രേഖകളടക്കം വാർത്തകൾ തുടരെ ഇങ്ങനെ പുറത്തുവിടുന്നുമുണ്ട്. ഇതിപ്പോൾ എൻ്റെ കേരളം പ്രദർശനമേളകളിൽ 1,65,00,000 ചെലവാക്കുകയാണ്. മാത്രമല്ല കാരവാൻ പ്രദർശിപ്പിക്കാൻ 10 ലക്ഷം രൂപയും. അപ്പോൾ ധൂർത്ത് കൃത്യമായി നടക്കുന്നുണ്ട് ഒരു വശത്ത്. അതിന് തെളിവുകൾ ഇങ്ങനെ തുടരെ പുറത്തു വരുന്നു. അതിന് പ്രജിത്ത് ഒരു കാരണക്കാരനാകുന്നു അല്ലേ? അങ്ങനെ തന്നെയാണ് കൃഷ്ണ. ഈ വിവിധ വകുപ്പുകളിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണം അനുവദിക്കുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പല ആവശ്യങ്ങളും, പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ ഒരു 3-4 മാസം മുൻപ് തന്നെ വിവിധ പോലീസിലും വനം വകുപ്പിനും ഒന്നും പെട്രോളിംഗ് നടത്താൻ ആവശ്യത്തിന് വാഹനങ്ങളില്ല എന്നുള്ള വാർത്തകൾ പോലും പുറത്തുവിട്ടതാണ്. അതിനുള്ള ഫയലുകൾ പോലും വിവിധ വകുപ്പുകളിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ധനവകുപ്പ് പല സമയത്തും വാഹനങ്ങൾ വാങ്ങാനൊക്കെയുള്ള കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇനി ആവശ്യമുന്നയിച്ച് വകുപ്പ് തലവന്മാർ പോലും കത്തയച്ചാൽ അത് 3-4 വട്ടം മടക്കി അയക്കുന്ന സാഹചര്യം പോലും ഉണ്ട് സംസ്ഥാനത്ത്. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാനത്ത് സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി പണം അനുവദിക്കുന്നതിന് മാത്രം സംസ്ഥാന സർക്കാരിന് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. ഈ വാർഷികാഘോഷ ധൂർത്തുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകൾ ജനം TV പുറത്തു കൊണ്ടുവരുന്നിരുന്നു. ഏറ്റവും അവസാനമായി, അതായത് 20 കോടിയും 5 കോടിയും ഈ പറയുന്ന എൻ്റെ കേരളം പരിപാടിയുടെ വിവിധ പരസ്യങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഹോർഡിങ്ങുകൾ വെക്കുന്നതിനുമൊക്കെയായി, മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടുകൾ സ്ഥാപിക്കുന്നതിനുമൊക്കെയായി ചെലവഴിക്കുന്നു എന്നുള്ള വാർത്ത
വാർത്ത ജനൻ ടിവിയാണ് പുറത്തുവിട്ടത്. ഏതാണ്ട് 25 കോടി രൂപ അതിനുവേണ്ടി മാത്രം സർക്കാർ അനുവദിച്ചിരുന്നു. അതിൽ 15 കോടി മുഖ്യമന്ത്രിയുടെ പടങ്ങൾ സ്ഥാപിക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടുകൾ വെക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ഹോർഡിങ്ങുകൾക്കുമൊക്കെയാണ്. അങ്ങനെ നിരവധി ദൂർത്ത് ഇപ്പോൾ തന്നെ ഏതാണ്ട് 25 കോടി ഈ പറയുന്ന എൻ്റെ കേരളം പദ്ധതിയുടെ പരസ്യങ്ങൾക്കും അതിൻ്റെ പ്രചാരണത്തിനും മാത്രമായി സർക്കാർ അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രകൾക്കായി ഒരു 9 കോടി രൂപയുടെ ആവശ്യം കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ധനകാര്യ വകുപ്പിന് മുന്നിലേക്കും വെച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളകളിൽ ഈ പറയുന്ന ടൂറിസം വകുപ്പിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റാളുകൾ സ്ഥാപിക്കാൻ വരെ കോടികൾ ഇപ്പോൾ വകയിരുത്തുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായി നമ്മൾ ഈ ടൂറിസം വകുപ്പിൻ്റെ മാത്രം പ്രവൃത്തിയായി കാണരുത്. കാരണം വിവിധ വകുപ്പുകൾ ഈ രീതിയിലുള്ള കോടികളാണ് ഈ എൻ്റെ കേരളം പ്രദർശന വിപണന മേളകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. അതിൽ സ്റ്റാളുകൾ സ്ഥാപിക്കാനും പരസ്യങ്ങൾ നൽകാനും ഒക്കെ ചെലവഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1,65 ലക്ഷം രൂപ സ്റ്റാളുകളുടെ ക്രമീകരണത്തിന് മാത്രമാണ്. ഈ സ്റ്റാളുകളിൽ നിയമിക്കപ്പെടുന്ന ജീവനക്കാർ അതിൻ്റെ മറ്റനുബന്ധ ചെലവുകൾക്കൊക്കെ പ്രത്യേകം തുക അനുവദിക്കുമെന്നുള്ളത് മറ്റൊരു വശം കൂടിയാണ്. ഈ സ്റ്റാളുകൾക്ക് പുറത്ത് ഈ കാരവാൻ ടൂറിസം എന്ന പേരിൽ സർക്കാർ കുറച്ചു കാലം മുൻപ് ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. അതിന് പിന്നീട് അതിൽ വലിയ അനക്കമൊന്നും ഉണ്ടായില്ല എങ്കിലും ഇപ്പോൾ ഈ ടൂറിസം സ്റ്റാളുകൾക്ക് പുറത്ത് സർക്കാരിൻ്റെ വലിയ നേട്ടമായി കാരവാനുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. അതിന് കൂടി 10 ലക്ഷം രൂപ കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ തുടരുകയാണ്. ഈ ദൂരത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എനിക്ക് തോന്നിയത് കൃഷ്ണരാജ്, ഈ പറയുന്ന ഇത്തരം പദ്ധതികൾക്ക്, അതായത് ഇത്തരം ഈ എൻ്റെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ളൊരു അസാമാന്യമായ വേഗതയാണ്. കാരണം ഒരു ദിവസം ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വകുപ്പ് തലവൻ എൻ്റെ കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നു. 5-6 ദിവസത്തിനുള്ളിൽ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ജിയോ പുറത്തിറക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയാണ് വിവിധ വകുപ്പുകൾക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണം അനുവദിക്കുന്നതിന് മാസങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾ പോലും ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. പലവട്ടം അപേക്ഷകൾ വരുമ്പോഴും അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച വകുപ്പ് തലവന്മാർ കത്തയക്കുമ്പോഴും ആ അപേക്ഷ നിരന്തരമായി മടക്കും. പിന്നീട് ഈ ധനപ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഈ അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതും വൈകിപ്പിക്കുന്നതും സംസ്ഥാനത്ത് പതിവാണ്. അങ്ങനെയുള്ള കേരളത്തിലാണ് ഈ പറയുന്ന എൻ്റെ കേരളം എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് വേണ്ടിയുള്ള പണം അനുവദിക്കുന്നതിന് വേണ്ടി മാത്രം 5-6 ദിവസങ്ങൾക്കുള്ളിൽ ഫയൽ പൂർത്തിയാക്കി നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് ആ പണം അനുവദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അതായത് അസാമാന്യമായ ഒരു വേഗത ഈ ദൂരത്തിന് വേണ്ടി പണം അനുവദിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് 35 കോടിയോളം രൂപ ഈ എൻ്റെ കേരളം സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ള വാർത്ത ജനൻ ടിവി പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ വിവിധ കണക്കുകൾ ജനൻ ടിവി പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടൂറിസം വകുപ്പിൻ്റെതായി ഈ പറയുന്ന 1,65 ലക്ഷം രൂപയും പിന്നെ ഒരു 10 ലക്ഷം രൂപയും കൂടി അനുവദിച്ച ഉത്തരവ് കൂടി നമ്മൾ പുറത്തുവിടുന്നത്. വിവിധ വകുപ്പുകൾക്കും ഈ രീതിയിലുള്ള കൂടുതൽ പണം ചെലവാക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിലും അല്ലെങ്കിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലുമൊക്കെ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശങ്ങളും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ പോയാലും ഈ എൻ്റെ കേരളം പദ്ധതി അവസാനിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ എൻ്റെ കേരളം സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ അവസാനിക്കുമ്പോഴേക്കും അതിനുവേണ്ടി മാത്രം ഒരു 100 കോടിക്ക് അടുത്തെങ്കിലും സംസ്ഥാന സർക്കാർ ചെലവിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു 36 കോടിയോളം അതിൻ്റെ രേഖകൾ ജനൻ ടിവി മാത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. തുടർച്ചയായി വിവിധ വകുപ്പുകൾക്കും ഈ രീതിയിലുള്ള പണം അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രിയുടെയൊക്കെ യാത്രകൾക്കും പണം അനുവദിക്കേണ്ട സാഹചര്യമുണ്ട്. പല ജില്ലകളിലും ഈ രീതിയിലുള്ള സംസ്ഥാനതല പരിപാടികൾ നടക്കുന്നുണ്ട്. അതിനുള്ള പണം അനുവദിക്കേണ്ട സാഹചര്യമുണ്ട്. ഓരോ വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചു കഴിഞ്ഞു. അത്തരം പരിപാടികൾക്ക് കൂടി പണം അനുവദിക്കുന്നതോടുകൂടി ഇതിൻ്റെ ഒരു ആകെ ചിലവ് സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ചിലവ് ഒരു 100 കോടിക്കടുത്തേക്ക് ഉയരുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ വെച്ച് വിലയിരുത്തുമ്പോൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് സംസ്ഥാന ഖജനാവിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് വേണ്ടി ദൂരത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിലെടുത്ത് പറയേണ്ടത്. അപ്പോഴും വനിതാ CPOമാരടക്കമുള്ള അല്ലെങ്കിൽ CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ അവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം കിടക്കുന്നു. അവർക്ക് തസ്തികകൾ ഉണ്ടായിട്ട് കൂടി, അതായത് ഒഴിവുകൾ ഉണ്ടായിട്ട് കൂടി നിയമനം നൽകാത്തൊരു സാഹചര്യത്തിലേക്ക് സർക്കാർ പോകുന്നുണ്ട്. വിവിധ വകുപ്പുകളിൽ അപ്രഖ്യാപിത നിയമന നിരോധനം നിലനിൽക്കുന്നു. ഒരു പെൻസിൽ വാങ്ങണമെങ്കിൽ പോലും സംസ്ഥാനത്തെ ധനവകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര പ്രതിസന്ധി പല വകുപ്പുകളും അനുഭവിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ കേരളം പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കേരളം വാർഷികാഘോഷ പരിപാടിക്ക് വേണ്ടി കോടികൾ അനുവദിക്കുന്നതിന് സർക്കാരിന് ഒരു തടസ്സവുമില്ലാത്തത്. കൃഷ്ണരാജ്, സർക്കാരിൻ്റെ വാർഷികാഘോഷ ധൂർത്ത് നിർബാധം തുടരുന്നു. എൻ്റെ കേരളം പ്രദർശന മേളകളിൽ 1,65 ലക്ഷം ചെലവാക്കി ടൂറിസം സ്റ്റാളുകൾ അതിൻ്റെ ക്രമീകരണത്തിന് മാത്രമാണ്. സ്റ്റാളുകൾക്ക് പുറത്ത് കാരവാൻ പ്രദർശിപ്പിക്കാൻ 10 ലക്ഷം അധികം. അങ്ങനെ അർഹത ഉള്ളവർക്ക് പണം നൽകാതെ, ആശമാരെ ശ്രദ്ധിക്കാതെ, CPO വനിതാ ഉദ്യോഗാർത്ഥികളെ മൈൻഡ് ചെയ്യാതെ
സർക്കാർ അങ്ങനെ ധൂർത്ത് തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. മാസപ്പടി കേസിൽ SFIO പിടിച്ചെടുത്ത ഡയറി EDക്ക് ലഭിച്ചില്ല. മാസപ്പടി ഡയറിയും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് ED വീണ്ടും വിചാരണ കോടതിയിൽ അപേക്ഷ നൽകും. SFIO റിപ്പോർട്ട് പരിശോധിച്ച് കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് സഹായകരമാകുന്ന രേഖകൾക്കായാണ് വീണ്ടും അപേക്ഷ നൽകുക. ശനിയാഴ്ച അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, എന്തുകൊണ്ട് SFIO ഡയറി EDക്ക് നൽകുന്നില്ല? EDയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ എന്ന് പറയുന്നത് അനുബന്ധമായിട്ടുള്ള രേഖകളാണ്. എന്നാൽ നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ അനുസരിച്ച് ആദ്യം കുറ്റപത്രത്തിൻ്റെ പകർപ്പും അനുബന്ധ രേഖകളും ഒരുമിച്ചായിരുന്നു. എന്നാൽ പ്രത്യേകമായി തന്നെ ആദ്യം കുറ്റപത്രത്തിൻ്റെ പകർപ്പ് മാത്രമാണ് SFIO കൈമാറിയിരിക്കുന്നത്. ഇതൊരു സ്വാഭാവിക നടപടിയാണ് എന്നാണ് രണ്ട് വൃത്തങ്ങളും SFIOയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വ്യക്തമാക്കുന്നത്. കൂടുതൽ പരിശോധന നടത്തി നിലവിൽ നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിന്റെ പകർപ്പ് പരിശോധിച്ച ശേഷം അതിൽ ഏറ്റവും ആവശ്യമായ രേഖകൾ അനുബന്ധ രേഖകൾ ഏത് എന്ന് കണ്ടെത്തിയ ശേഷം വിശദമായി തന്നെ ഒരു അപേക്ഷ നൽകും. അതിന്റെ ഭാഗമായി ശനിയാഴ്ച അപേക്ഷ നൽകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നത്. കാരണം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഡയറിയാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ പലരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയ ആ രാഷ്ട്രീയ നേതാക്കൾക്ക് മാസപ്പടി കൃത്യമായി നൽകിയതിൻ്റെ ചുരുക്കപ്പേരുകളുള്ള ഡയറി. ആ ഡയറി നിലവിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടില്ല. ഈ ഡയറി പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക്കുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന 12ഓളം കമ്പനികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ കമ്പനികളെ ചോദ്യം ചെയ്തതിൻ്റെ ആ കമ്പനികളുടെ പ്രതിനിധികളെ ചോദ്യം ചെയ്തതിൻ്റെ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് അന്വേഷണ സംഘം ഇതിൽ മൊഴികൾ ചിലത് പരിശോധിക്കുന്നത്. കാരണം സാക്ഷിമൊഴികൾ ഏറ്റവും പ്രധാനമായി കണ്ടുകൊണ്ട് തന്നെയാണ് EDയുടെ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികൾ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് മൊഴികൾ അടയാളപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങൾ അതിൻ്റെ അനുബന്ധ രേഖകൾ ഏതൊക്കെയാണ് എന്ന് കൂടി ചോദിക്കാൻ കോടതിയിൽ ആവശ്യപ്പെടാൻ അല്ലെങ്കിൽ ആ രേഖകൾ കൂടി തങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ED ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട രേഖകൾ കൂടി ലഭിച്ചാൽ മാത്രമാണ് അന്വേഷണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന കാര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നേരത്തെ പരിശോധനകൾ നടത്തി CMRലടക്കം പരിശോധനകൾ നടത്തി നിരവധി രേഖകൾ SFIO പിടിച്ചെടുത്തിരുന്നു. അത് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമല്ല, പ്രത്യേകിച്ച് 185 കോടി രൂപയുടെ കള്ളക്കണക്കുകൾ CMRൽ ഉണ്ടാക്കിയിരുന്നു. ഈ കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയത് ഏതെല്ലാം പേരുകളിലാണ്, ഏതെല്ലാം വൗച്ചറുകളാണ് അത്തരത്തിൽ മാറ്റിയിരുന്നത്. ഒപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിനടക്കം മാറ്റിയിരിക്കുന്ന വ്യാജമായി തയ്യാറാക്കിയിരിക്കുന്ന ഇൻവോയ്സുകൾ അനുബന്ധ രേഖകളെല്ലാം തന്നെ അന്വേഷണം പിടിച്ചെടുത്തിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലും ഈ രേഖകൾ ഏറ്റവും പ്രധാനം തന്നെയാണ്. കാരണം കള്ളപ്പണ ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഈ കമ്പനികളെ മറ്റ് സ്ഥാപനങ്ങൾ മറിയാക്കിയിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുമായി ബന്ധപ്പെട്ട് നൽകാത്ത സേവനം പണം നൽകിക്കൊണ്ട് ആ പണം വെളുപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം വീണ വിജയന്റെ IT കമ്പനിയായ എക്സോലോജിക്ക് ഏതെങ്കിലും തരത്തിലുള്ള IT സേവനങ്ങൾ ഒന്നും നൽകാതെ CMRൽ നിന്ന് കൃത്യമായി പണം കൈപ്പറ്റിയിരുന്നു. അങ്ങനെയാണ് 2,72 ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. ബന്ധപ്പെട്ട് കൂടി വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. അവിടെയെല്ലാം തന്നെ ഈ രേഖകൾ ലഭിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ അത് ലഭിച്ചു മാത്രമായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഡയറി കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ശനിയാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രേഖകളാണ് തങ്ങൾക്ക് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി വേണ്ടത് എന്നത് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിന് പിന്നിൽ വകുപ്പിലെ 5-അംഗ സംഘമെന്ന് സൂചന. ക്ലാർക്ക് സംഗീതിനൊപ്പം തട്ടിപ്പിന് നേതൃത്വം നൽകിയതിൽ ലോട്ടറി വകുപ്പിലെ ഉന്നതനുമുണ്ടെന്നാണ് വിവരം. ആഭ്യന്തര അന്വേഷണ സംഘം വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അർദ്ധവാർഷിക ഓഡിറ്റിൽ തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ ക്യാഷ് ബുക്കിലും കൃത്രിമത്വം വരുത്തി. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, ഈ വാർത്ത പുറത്തുവിടുമ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു, കേവലം ഒരു ക്ലർക്കിന് ഇത്രയും വലിയ തുക എങ്ങനെ അനായാസം തട്ടിപ്പ് നടത്താനാകും എന്ന്. ഇപ്പോൾ 5-അംഗ സംഘമെന്നും അതിലൊരു ഉന്നതനുണ്ടെന്നുമൊക്കെയുള്ള സംശയങ്ങൾ വരുന്നു.
കൃഷ്ണരാജ് സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഈ വാർത്ത ആദ്യമായി നമ്മളുടെ മുന്നിലേക്ക് എത്തുമ്പോഴും നമ്മളും പ്രകടിപ്പിച്ചൊരു സംശയം അത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു ക്ലർക്കായി ഉദ്യോഗസ്ഥന് ഇത്രയധികം നൂലാമാലകളും റെഡ് ടേപ്പും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിനകത്ത് ഇത്രയധികം പണം തട്ടിയെടുക്കാൻ കഴിയുക എന്നുള്ളത്? അതും രണ്ട് രീതിയിലാണ് തട്ടിപ്പ് നടന്നത്. ഒന്ന്, ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള പണം ഈ പറയുന്ന സംഗീത് എന്ന് പറയുന്ന ക്ലർക്ക് അയാളുടെ വീട് നിർമ്മിച്ച കോൺട്രാക്ടറുടെയും അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു. പിന്നീട് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വന്നു. ഏതാണ്ട് 40ഓളം ചെക്കുകൾ സ്വന്തം പേരിൽ മാറിയെടുത്തു എന്നുള്ള മറ്റൊരു ഗുരുതരമായ വീഴ്ചയും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ചെക്കുകൾ മാറിയെടുക്കുന്നതിൽ ആദ്യം ഈ ക്ലർക്കിന്റെ മുന്നിലാണ് ഈ ഫയൽ എത്തുന്നതെങ്കിലും പിന്നീട് വിവിധ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ഒരു ജോയിന്റ് സൂപ്രണ്ട്, പിന്നീട് സൂപ്പർവൈസറി തസ്തികയിലുള്ള വെൽഫെയർ ഓഫീസർ, അതിനുശേഷം വകുപ്പിലെ ഡയറക്ടർ അടക്കമുള്ളവരുടെ ഒരു സമ്മതവും അല്ലെങ്കിൽ അവരുടെ നോട്ടുകളുമൊക്കെ ഇതിന്റെ നടപടിക്രമങ്ങളിൽ വളരെ നിർണായകമാണ്. അതിനുശേഷം മാത്രമാണ് ഇത്തരം ചെക്കുകളൊക്കെ മാറിയെടുക്കുന്നതിനുമൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് മാത്രമായി ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നുള്ളത് അന്ന് തന്നെ സംശയം ജനിപ്പിച്ചതാണ്. ഏതാണ്ട് 2 കോടിയോളം രൂപയാണ് ഈ 2 മാർഗങ്ങളിലൂടെ തട്ടിയെടുത്തതായി വ്യക്തമായിരിക്കുന്നത്. ഇതിൽ ഈ ആഭ്യന്തര അന്വേഷണം ഒരു ലോട്ടറി ക്ഷേമനിധി ബോർഡ് നടത്തിയിരുന്നു. ആ KS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ അന്വേഷണത്തിലാണ് ഏതാണ്ട് ഈ വകുപ്പിലെ ലോട്ടറി ക്ഷേമനിധി വകുപ്പിലെ അന്ന് ഈ 2018-19 കാലയളവും അതിനുശേഷവും ഉണ്ടായിരുന്ന 5ഓളം ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ളൊരു വിവരം കണ്ടെത്തിയതായി ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഗൗരവമായ കാര്യം, ഈ ലോട്ടറി വകുപ്പിലെ ഒരു ഉന്നതൻ ഇതിന്റെ പേരും ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതും പ്രാഥമിക വിവരമാണ്, പക്ഷേ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വകുപ്പിലെ ഉന്നതൻ പോലും ഈ പറയുന്ന ഒരു തട്ടിപ്പിന് കൂട്ടുനിന്നോ അല്ലെങ്കിൽ അത് കണ്ടിട്ടും കണ്ണടച്ചോ എന്നുള്ളൊരു ചോദ്യം വളരെ ഗൗരവമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾക്കൊക്കെയുള്ള സാധ്യത ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു, ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധന ഒരു വശത്ത് നടക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളും നമ്മൾ പുറത്തുവിടുന്നത്. ഈ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തുവിടുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ വളരെ റിഗ്രസ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന വകുപ്പുകളാണ് ഇതൊക്കെ. കാരണം കോടാനുകോടികൾ മറിയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലൊന്നാണ് ലോട്ടറി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടപടിക്രമങ്ങൾക്കും വലിയ കാർക്കശ്യമുണ്ട്. പക്ഷേ ഓഡിറ്റിംഗ് വിഭാഗത്തെയും അതിസമർത്ഥമായി ഈ തട്ടിപ്പുകാർ പറ്റിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അർദ്ധവാർഷിക ഓഡിറ്റിംഗ്, അതായത് വർഷത്തിൽ 2 തവണയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് നടക്കുന്നത്. ഈ സാധാരണഗതിയിൽ ചെക്ക് ബുക്കുകളൊക്കെ മാറുന്ന സമയത്ത് അത് ക്യാഷ് ബുക്കിലൊക്കെ രേഖപ്പെടുത്തി അതിന്റെ വിശദാംശങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ മനസ്സിലാക്കുന്ന വിവരം, പുറത്തുവരുന്ന വിവരം അനുസരിച്ച് ഈ ക്യാഷ് ബുക്കിൽ ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ ക്യാഷ് ബുക്കിലെ വിവരങ്ങൾ തിരുത്തി അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് ഓഡിറ്റിംഗ് വിഭാഗത്തിന് നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റിംഗ് വിഭാഗത്തിനും ഈ തട്ടിപ്പുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ ഈ സസ്പെൻഷനിൽ കഴിയുകയാണ് ഈ സംഗീത് എന്ന് പറയുന്ന ക്ലർക്കായിട്ടുള്ള തട്ടിപ്പ് നടത്തിയതിൽ ഏറ്റവും അല്ലെങ്കിൽ പേര് പുറത്തു വന്നിട്ടുള്ള ഉദ്യോഗസ്ഥൻ. അയാൾ സസ്പെൻഷനിലായിരിക്കുന്നത് ഒരു അവധിയെടുക്കാൻ വേണ്ടി വകുപ്പ് ഡയറക്ടറുടെ അടക്കം വ്യാജ സീലുകൾ തയ്യാറാക്കി എന്നുള്ളൊരു പരാതിയുടെ പുറത്താണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനകൾക്കൊടുവിലാണ് വിജിലൻസ് സംഘം ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് ഇയാളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നീടാണ് ഈ പരിശോധനകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നതും കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരുന്നതും 40ഓളം ചെക്കുകൾ ഇയാൾ സ്വന്തം പേരിൽ മാറിയെടുത്തു എന്നടക്കമുള്ള കണ്ടെത്തലുകൾ വരുന്നത്. ഈ പരിശോധനകളും അന്വേഷണങ്ങളും പുരോഗമിക്കുമ്പോൾ വകുപ്പിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഗൗരവമായ കണ്ടെത്തലിലേക്ക് ആഭ്യന്തര അന്വേഷണ സമിതി പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതിന് വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ. ആ തട്ടിപ്പിന് ഒരു 4-5 ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി എന്നുള്ളതാണ്. അതിൽ ഒപ്പം വകുപ്പിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥരും ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിന് പിന്നിൽ വകുപ്പിലെ 5-അംഗ സംഘമെന്നാണ് വിവരം. അതിൽ ഒരു ക്ലർക്ക് മാത്രമല്ല ഉന്നതനുമുണ്ട് എന്ന് വിവരം വരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ. ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി പോലീസും എക്സൈസും. ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നതോടെ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഹോട്ടൽ മുറിയിൽ ഷൈനിനൊപ്പമുണ്ടായിരുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കും. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ആരോപണങ്ങളിൽ താരസംഘടനയായ അമ്മയുടെ 3-അംഗ സമിതി റിപ്പോർട്ട് ഇന്ന് കൈമാറും. വിവരങ്ങളുമായി ജിജീഷ് കർണാനൊപ്പം ചേരുന്നു. ജിജീഷ്, ആദ്യം അന്വേഷണത്തെക്കുറിച്ച്, പിന്നീടാവാം നടിയുടെ പരാതിയെക്കുറിച്ചും മറ്റും.
കൃഷ്ണരാജ്, ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ആദ്യം ഷൈൻ ടോം ചാക്കയെ ചോദ്യം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്നാണ് അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം നിരവധി കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഈ ഹോട്ടലിൽ അവിടെ ഡാൻസർ സംഘം പരിശോധന നടത്തുമ്പോൾ ഇറങ്ങി ഓടിയത്, കയ്യിൽ ലഹരി വസ്തുക്കൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധന തന്നെ നടത്തേണ്ടതുണ്ട്. ഷൈൻ ടോം ചാക്കയോ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെയെല്ലാം തന്നെ വലിയ ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണം ഷൈൻ ടോമിനായി നടത്തി എന്ന കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ പങ്കെടുക്കേണ്ട പൊതു ചടങ്ങിലടക്കം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ചടങ്ങിൽ നിന്നടക്കം ഷൈൻ ടോം ചാക്കോ ഒഴിഞ്ഞ് മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടിയുടെ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അമ്മ നിശ്ചയിച്ചിട്ടുള്ള സമിതി, ആ സമിതി ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. വിശദമായി തന്നെയുള്ള മൊഴികൾ നടിയിൽ നിന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും ഇതിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായ ലഹരി ഉപയോഗം, സ്ത്രീകളോട് മോശമായി പെരുമാറലടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെയുള്ള റിപ്പോർട്ട് നൽകുമെന്ന് തന്നെയാണ് അഡ്കോ കമ്മിറ്റി ഭാരവാഹികൾ ഇതുമായി പ്രത്യേക സമിതി അംഗങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് തന്നെ എക്സൈസ് കൂടി ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. പോലീസിനൊപ്പം എക്സൈസും, കാരണം ലഹരി ഇടപാടുകളാണ്, ലഹരി കേസുകൾ പങ്കാളിത്തം എല്ലാമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതികൾ കൂടി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ച ആളുകളുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുക എന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് എക്സൈസ് പോകുന്നത്. എന്നാൽ ഈ ഒരു പരാതി ഉന്നയിച്ച നടിയെ സംബന്ധിച്ചിടത്തോളം കുടുംബം വ്യക്തമാക്കുന്നത് അത് സിനിമയിലുള്ള പ്രശ്നം സിനിമയിൽ തന്നെ തീർക്കുക, അല്ലാതെ മറ്റ് പോലീസിലോ എക്സൈസിലോ പരാതി നൽകി കൂടുതൽ നടപടികളിലേക്ക് പോകാൻ താല്പര്യമില്ല. അവിടെ നടപടി എടുക്കേണ്ടത് താര സംഘടനയാണ്. ഒപ്പം തന്നെ മറ്റ് സിനിമാ സംഘടനകളാണ് ഇക്കാര്യത്തിൽ കർശനമായ നടപടി എടുക്കേണ്ടത്. മറ്റു നിയമ നടപടികളിലേക്ക് പോകാൻ തങ്ങൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന നിലയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. അല്ല ജിജീഷ്, ഈ പോലീസ് ഹോട്ടലിലേക്ക് വരുന്നു, അവിടെ നിന്ന് നടൻ ഇറങ്ങി ഓടുന്നു. എവിടെ നിന്നെങ്കിലും അറിയിപ്പ് കിട്ടാതെ എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാവുക? അതാകട്ടെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടൻ കാറ് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു എന്നാണ് കഥ. എവിടെ നിന്നാകും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ അറിയിപ്പ് ലഭിച്ചത്? അതിന്മേലും അന്വേഷണം വേണമല്ലോ. ഹോട്ടലിൽ നിന്നാണോ അതോ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ആരെങ്കിലും വിളിച്ചറിയിച്ചതാണോ, മറ്റ് വിവരങ്ങൾ ലഭ്യമായതാണോ? അവിടെയും ദുരൂഹത ബാക്കിയാണ്. കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ദുരൂഹതകൾ ആ ഒരു കാര്യത്തിലും ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിവരം ചോർത്തിയത്, അല്ലെങ്കിൽ ആരാണ് ഈ വിവരം ചോർത്തിയത്, ചോർന്ന് ലഭിച്ചത് എന്നത് ഇപ്പോഴും വലിയ സംശയങ്ങൾക്ക് തന്നെയാണ്. സ്വാഭാവികമായും വലിയ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ നയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഡാൻസർ സംഘം വ്യക്തമാക്കുന്നത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നു. അതിൻ്റെ അന്വേഷണത്തിനിടയിൽ ആണ് ഈ അവിടുത്തെ തന്നെയുള്ള ഹോട്ടൽ മുറിയിൽ ഷൈൻ ടോം ചാക്കോ ഉണ്ട് എന്ന് അറിയുന്നത്. അതേ സാഹചര്യത്തിൽ, കാരണം മുമ്പ് ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്, ചില സൂചനകൾ ലഭിച്ചതനുസരിച്ച് അവിടെ കൂടി പരിശോധനയ്ക്കായി തങ്ങൾ എത്തുകയായിരുന്നു എന്നെല്ലാമാണ് ഡാൻസർ സംഘം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ സംഘം താഴത്ത് നിൽക്കുമ്പോൾ തന്നെ ലോബിയിൽ എത്തുന്ന അതേ സമയത്ത് തന്നെ എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കയ്ക്ക് ഈ വിവരങ്ങൾ ലഭിച്ചത്, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ പ്രത്യേക ലഹരി വിരുദ്ധ സംഘമായ ഡാൻസാഫിൻ്റെ ഗ്രൂപ്പുകൾ ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതും മൂന്നാം നിലയിൽ നിന്ന് ഇറങ്ങി ഓടി തയ്യാറാക്കി വെച്ച കാറിൽ പോവുകയും എല്ലാം ചെയ്യണമെങ്കിൽ കൃത്യമായ സഹായങ്ങൾ പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ തെളിവുകൾ സഹിതം താൻ പിടിക്കപ്പെട്ടാൽ തുടർന്ന് വീണ്ടും നിയമ നടപടികളിലേക്ക് പോകും എന്ന കാര്യം കൃത്യമായി തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് അറിയാം. കാരണം നേരത്തെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസുകൾ താരസംഘടനയായ അമ്മ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി വേണം. ജിജീഷ്, അമ്മ എന്ത് നടപടിയെടുക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകം, ആരാധകരൊക്കെയും. കാരണം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. പുറത്താക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. അമ്മയുടെ നിലപാട് ഇന്നു തന്നെ ഉണ്ടാകുമോ, അത് കടുത്തതാകുമോ? കൃഷ്ണരാജ്, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ താരസംഘടനയിൽ ഏറ്റവും ശക്തമായി ഉയർന്ന ഒരു വാദം അല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കർശനമായ നടപടി ശക്തമായ, കാരണം ഇത്തരത്തിൽ ആവർത്തിച്ച വിവാദങ്ങളിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. അത് ലഹരി ഇടപാടുകൾ മാത്രമല്ല, സ്ത്രീകൾക്കെതിരായ മോശം പെരുമാറ്റം, അത്തരം പെരുമാറ്റ ദൂഷ്യം അടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഉയരുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ആ നടനെ വീണ്ടും വീണ്ടും സംരക്ഷിക്കുന്ന ഒരു നിലപാട് അത് അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല
എന്ന കാര്യം തന്നെയാണ് ഭൂരിഭാഗം അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കർശന നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. പരാതിക്കാരിയായ നടിയെ സംബന്ധിച്ചിടത്തോളം അമ്പയിൽ അംഗത്വമില്ല എങ്കിൽ കൂടി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. തന്നോട് മോശം ദയാർത്ഥ പ്രയോഗങ്ങളെല്ലാം തന്നെ നടത്തുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സെറ്റിൽ വെച്ച് സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ തനിക്ക് ലഭിച്ചു, അതോടുകൂടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊപ്പം സഹകരിക്കുന്നത് പോലും അത്തരം സിനിമകളിൽ സഹകരിക്കുന്നത് പോലും താൻ നിർത്തിയത് എന്ന കാര്യം നടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കർശനമായ ഒരു നടപടിയിലേക്ക് അമ്മ നീങ്ങാൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത്. കൂടുതൽ നാളത്തിൽ ഷൈൻ ടോം ചാക്കോയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക അടക്കമുള്ള ഒരു നടപടികളിലേക്ക് കടക്കും. ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും ഒപ്പം തന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടനയാണെങ്കിലും എല്ലാം തന്നെ ഫിലിം ചേംബർ അടക്കം പൊതുവെ ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഫിലിം ചേംബറിൻ്റെ അടക്കം ഒരു ആവശ്യം എന്ന് പറയുന്നതും അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതും നടനെതിരെ കർശനമായി തന്നെയുള്ള ഒരു അച്ചടക്ക നടപടി അമ്മ സ്വീകരിക്കണം. ആ നടപടിയിലൂടെ മറ്റു താരങ്ങൾക്ക് അതൊരു പാഠമായിരിക്കണം എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പോലീസ് കേസ് അത്തരം നടപടികളെ സംബന്ധിച്ചിടത്തോളം നടി പരാതി നൽകാൻ തയ്യാറില്ലാത്തിടത്തോളം പോലീസിന് പരിമിതികളുണ്ട് എന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ എക്സൈസും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾ പ്രാഥമികമായ പരിശോധനകൾ നടത്തിയിരുന്നു, അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നു. കാരണം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നതുകൊണ്ട് തന്നെ ആ വാർത്തകളെ അടിസ്ഥാനമാക്കി ചില പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. എന്നാൽ വിശദമായ ഒരു അന്വേഷണത്തിന് എക്സൈസിന് കടക്കണമെങ്കിൽ രേഖാമൂലമുള്ള പരാതി ലഭിക്കണം. അത്തരമുള്ള പരാതികളൊന്നും തന്നെ ഇതുവരെ ലഭിക്കാത്തത് ഒരു അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാണ് എന്ന കാര്യം അവരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇന്ന് തന്നെ ഒരു കർശന നടപടി പുറത്തു വരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇക്കാര്യത്തിൽ വിശദമായ മൊഴികളെല്ലാം തന്നെ അല്ലെങ്കിൽ വാദങ്ങളെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പ്രതിനിധികൾ എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. വിവരങ്ങൾ നൽകിയത് ജിജീഷ് കരുണാകരൻ. നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ അനുമതി തേടി എക്സൈസ്. നിയമ നടപടികളിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്ന് കുടുംബം പ്രതികരിച്ചു. വിൻസിയുടെ അച്ഛനാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങളുമായി ശിവദാസ് കൻവന് ഒപ്പം ചേരുന്നു. ശിവദാസ്, വിൻസിയുടെ കുടുംബം എന്തു പറയുന്നു? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസമാണ് സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗവും അതുമായി ഉണ്ടായ അനുഭവവും എല്ലാം കൂടി ചേർത്ത് വിൻസി അലോഷ്യസ് അമ്മ സംഘടനയ്ക്കും ഫിലിം ചേംബേഴ്സിനും അടക്കം പരാതി നൽകിയത്. എന്നാൽ പേര് വെളിപ്പെടുത്തരുത് എന്ന് പ്രത്യേകം അവർ പറഞ്ഞിരുന്നു. പക്ഷെ പേര് പുറത്തു വന്നതോടെ ഇവർ പരാതി പിൻവലിക്കാൻ അടക്കം തയ്യാറായി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളോടക്കം പരാതി പിൻവലിക്കും എന്ന് അവർ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പൊന്നാനി എക്സൈസ് സംഘമാണ് വിൻസി അലോഷ്യസിനോട് മൊഴി രേഖപ്പെടുത്തണം എന്നതിനു വേണ്ടിയിട്ടുള്ള അനുമതി തേടിയത്. പക്ഷേ മൊഴി നൽകാൻ താല്പര്യമില്ലെന്നാണ് വിൻസി പറഞ്ഞത്. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബവും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടൽ വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് അവരുടെ കുടുംബം എത്തിയിട്ടുള്ളത്. വിൻസിയുടെ അച്ഛനാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എക്സൈസ് സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് എക്സൈസ് സംഘം ഇത്തരത്തിൽ ഒരു അനുമതി തേടി ഇവരുടെ കുടുംബത്തെ സമീപിച്ചത്. പിന്നീട് വിൻസിയുടെ അച്ഛൻ തന്നെ നേരിട്ട് അവരോട് പറയുകയായിരുന്നു, ഇത്തരത്തിൽ കൂടുതൽ നിയമ നടപടികൾ ഞങ്ങൾ തേടുന്നില്ല, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൊഴി അടക്കമുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല എന്ന് കൃത്യമായി അവർ പറയുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും വിൻസി അലോഷ്യസും അത്തരത്തിലുള്ള ഒരു നിലപാടിൽ തന്നെയാണുള്ളത്. നിയമപരമായ ഒരു നടപടികളിലേക്ക് കടക്കുന്നില്ല. പരാതി നൽകിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത്. അമ്മ സംഘടനയ്ക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്, അതിൽ നടപടി ഉണ്ടാകും. കാരണം പേര് പുറത്തു വന്നതോടെ കൂടി ആ ഒരു സിനിമയെ മൊത്തത്തിൽ അത് ബാധിക്കുന്നു. അത്തരത്തിൽ ആ ഒരു വ്യക്തിയെ മാത്രമല്ല ആ ഒരു സിനിമയെ മൊത്തത്തിൽ ബാധിക്കുന്നു. അത് ഉപജീവന മാർഗമായി സ്വീകരിച്ച മറ്റു ആളുകളെ അടക്കം അത് ബാധിക്കുന്നുണ്ട്. നിരവധി പേരുടെ സ്വപ്നങ്ങൾ തകരും. അതുകൊണ്ട് തന്നെ പേര് പുറത്തു വന്നതിൽ വലിയൊരു ദുഃഖം ഉണ്ട്, വലിയൊരു ഖേദം, പേര് പുറത്തു വന്നതിൽ വലിയൊരു ദുഃഖം ഉണ്ട് എന്ന് കൃത്യമായി തന്നെ ഇന്നലെ വിൻസി അലോഷ്യസ് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കാരണം. കൃഷ്ണരാജ്, ഉത്തർപ്രദേശിലെ കൗശംബിയിൽ 98 ഹെക്ടർ സർക്കാർ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഭൂമി ഗ്രാമസമാജത്തിന്റെ അധീനതയിലുള്ളതാണെന്ന് കണ്ടെത്തി. വഖഫ് ഭേദഗതിയിലെ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. വിവരങ്ങളുമായി നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, നോക്കൂ, സർക്കാർ ഭൂമി പോലും ഞങ്ങളുടേതാണെന്ന് വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നു. അത് പൊള്ളയാണെന്ന് ഭരണകൂടം കണ്ടെത്തുന്നു. മറ്റു വിവരങ്ങൾ?
കൃഷ്ണരാജ്, ഉത്തർപ്രദേശിലെ കൗശംബി എന്ന ജില്ലയിലെ ഒരു ഗ്രാമീണ മേഖലയിലാണ് അവിടുത്തെ ഉത്തർപ്രദേശിൻ്റെ വഖഫ് ബോർഡ് 98 ഹെക്ടർ ഈ സർക്കാർ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു മസ്ജിദുണ്ട്, അതിനൊപ്പം തന്നെ ഏതാനും ചില മുസ്ലിം വീടുകളുണ്ട്. ഇതെല്ലാം ഈ മസ്ജിദ് അടക്കം നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്നാണ് ഇപ്പോൾ ഈ മജിസ്ട്രേറ്റ് അടങ്ങുന്ന ഉന്നതതല സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഏതാണ്ട് 98 ഹെക്ടർ ഭൂമിയുണ്ട്, ഏകദേശം വലിയ ഒരു വിസ്തീർണമുള്ള സ്ഥലം. ഈ ഒരു സ്ഥലത്തിന് മേലാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പള്ളി നിൽക്കുന്ന ഭൂമിയാണെങ്കിലും അപ്പോൾ മസ്ജിദ് നിൽക്കുന്നതും അതേപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്കൂൾ പോലെ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടം അടക്കം സർക്കാർ ഭൂമിയിലാണ്. അവിടുത്തെ പ്രാദേശിക സർക്കാർ, അതിന് ഗ്രാമസമാജ് എന്നാണ് വ്യക്തമാക്കുന്നത്. ആ ഗ്രാമസമാജിൻ്റെ വസ്തുവാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഇടക്കാല വിധിയും അതേപോലെ തന്നെ പാർലമെൻറ്റ് പാസാക്കിയ വഖഫ് ഭേദഗതിയും അനുസരിച്ച് ഇത് രണ്ടും പരിശോധിച്ച ശേഷം കൃത്യമായ നടപടിയെടുക്കുമെന്നുള്ളതാണ് ജില്ലാ മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയത്. ഇത് പഠിക്കുവാൻ വേണ്ടി പ്രത്യേക സമിതിയെ രൂപീകരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഭൂമി, ഈ 98 ഹെക്ടർ ഭൂമി തിരിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടുവാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുവാൻ വേണ്ടി പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ അവിടെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഇടക്കാല വിധി അതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതായത് വഖഫ് ബൈ യൂസേഴ്സ് അത് ഡീനോട്ടിഫൈ ചെയ്യരുതെന്ന് സുപ്രീം കോടതി ഈ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേസ് അടുത്ത മാസം 5-ന് പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ തുടർവാദങ്ങൾ ഉന്നയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് നീക്കം നടക്കുന്നത്. സുപ്രീം കോടതി ലംഘനമാകരുത്, അതേസമയം തന്നെ ഈ ഭൂമി തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം. ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക സമിതി, ഈ സമിതിയിൽ ലീഗൽ എക്സ്പെർട്ട് അടക്കമുള്ള ഒരു പ്രത്യേക സമിതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ കൂടിയും അത്തരം സമിതി അതിന് തയ്യാറാകുമെന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ കൗശംബിയിലെ ഈ 98 ഹെക്ടർ ഭൂമിയിൽ മാത്രമല്ല, ഇതിൻ്റെ സമീപ പ്രദേശത്തെ മറ്റ് ചില ഭൂമിയിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെയും ഇതേ ജില്ലയിലെ സർക്കാർ ഭൂമിക്ക് മേൽ ഉത്തർപ്രദേശിൻ്റെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നു. അതായത് സർക്കാർ ഭൂമികൾ പലതും വഖഫിൻ്റേതാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പരിഗണിക്കുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷെ പിന്നീട് ഇത് സാധ്യമല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പരമാവധി ഭൂമികൾ പിടിച്ചടക്കുവാനുള്ള ശ്രമം ഉത്തർപ്രദേശിൽ മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ പാർലമെൻറ്റ് ഇരിക്കുന്ന ഭൂമി പോലും വഖഫിൻ്റേതാണ് എന്നുള്ള അവകാശവാദം ചില മുസ്ലിം സംഘടനകൾ ഉന്നയിച്ചിരുന്നു. തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഡിഫൻസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ പോലും വഖഫിൻ്റേതാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പല മുസ്ലിം സംഘടനകളും രംഗത്തെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഈ ഒരു വിഷയം മാത്രമല്ല വഖഫ് ഭേദഗതി നിയമമായ ഒരു സാഹചര്യത്തിൽ കൂടി ഉത്തർപ്രദേശിലെ ഇത്തരം ഭൂമികൾ പരമാവധി സർക്കാർ ഭൂമികൾ വഖഫിൻ്റേതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡീനോട്ടിഫൈ ചെയ്യരുത്, വഖഫ് ബൈ യൂസേഴ്സ്, അത്തരം ഭൂമികൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്നുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്, ആ ഉത്തരവിൻ്റെ പിൻബലത്തിൽ ഇത്തരം ഭൂമികൾ വ്യാപകമായി കയ്യേറുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ അതിനുവേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് സർക്കാർ. ഉത്തർപ്രദേശിലെ കൗശംബിയിൽ 98 ഹെക്ടർ സർക്കാർ ഭൂമി ഞങ്ങളുടേതെന്ന് വഖഫ് ബോർഡ്. അന്വേഷണം ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഭൂമി ഗ്രാമസമാജത്തിൻ്റെ അധീനതയിലുള്ളതെന്ന് കണ്ടെത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ. കണ്ണൂർ തളിപ്പറമ്പിലെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് CPM മുസ്ലിം ലീഗ് പോര് കനക്കുന്നു. വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ പാർട്ടി അനുകൂല കൂട്ടായ്മ ഉണ്ടാക്കിയാണ് വഖഫ് സ്വത്തുക്കൾ ലീഗ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്ന ആരോപണം CPM ഉന്നയിക്കുന്നു. എന്നാൽ വഖഫ് വിഷയത്തിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ലീഗിന്റെ വിമർശനം. തളിപ്പറമ്പ് നഗരത്തിൽ വ്യാപകമായി ആളുകൾക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ച് കുടിയിറക്ക ഭീഷണി നേരിടുന്നതിനിടെയാണ് അതിൽ രാഷ്ട്രീയം കളിക്കാൻ CPM-ഉം മുസ്ലിം ലീഗും രംഗത്തെത്തിയത്. വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് എന്നാണ് CPM ആരോപണം. സർ സെയ്ദ് കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇത്തരമൊരു ആരോപണവുമായി CPM രംഗത്തെത്തിയത്. എന്നാൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ചവരെ കുറിച്ച് CPM ഒന്നും മിണ്ടിയില്ല. ഇതുവരെ ലീഗുകാർ ഈ പള്ളിയെ ഭരിച്ചിട്ട് പള്ളിയുടെ വഖഫ് ഭൂമി മറ്റൊരു
ലീഗ് നേതാക്കൾ നയിക്കുന്ന അസോസിയേഷൻ കൈവശപ്പെടുത്താൻ തന്റെ പേര് മാറ്റി വ്യാജരേഖയുണ്ടാക്കി പരിശ്രമിച്ചപ്പോൾ അത് പാടില്ലെന്ന് ഒരു കത്തെങ്കിലും എഴുതണ്ടേ? എന്നാൽ വഖഫ് വിഷയത്തിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് മുസ്ലിം ലീഗ് ഉയർത്തുന്ന പ്രതിരോധം. അവിടുത്തെ വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വം എന്ന് പറയുന്നതും CPM-നാണ്. അപ്പോൾ അതിലും ചില രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിലും ചില രാഷ്ട്രീയം. വഖഫ് വിഷയത്തിൽ CPM-ഉം ലീഗും പോരടിക്കുമ്പോൾ വഖഫ് ബോർഡിന്റെ നോട്ടീസ് ലഭിച്ച് കുടിയിറക്ക് ഭീഷണിയിലായവരാണ് പ്രതിസന്ധിയിലാകുന്നത്. ജനം, കണ്ണൂർ. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലും മാൾഡയിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമത്തിനിരയായ ഹിന്ദു കുടുംബങ്ങളെ ഇന്ന് ഗവർണർ CV ആനന്ദ് ബോസ് സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഗവർണറുടെ സന്ദർശനം. ഇന്നലെ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ സുകാന്ത മജുംദാറിനൊപ്പം ഇരകൾ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു. വിവരങ്ങളുമായി നന്ദഗോപനൊപ്പം ചേരുന്നു. നന്ദഗോപൻ, പറയൂ. കൃഷ്ണരാജ്, ഈ വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റ് പാസ്സാക്കിയതിന് പിന്നാലെ കഴിഞ്ഞ 11-ാം തീയതി ഈ വെള്ളിയാഴ്ച ഉച്ച നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന ഈ മുർഷിദാബാദ് പ്രദേശത്ത് വലിയ കലാപമായിരുന്നു. സമാനതകളില്ലാത്ത അക്രമങ്ങളായിരുന്നു നടന്നിരുന്നത്. 3 പേരുടെ മരണത്തിലത് കലാശിച്ചു. നിരവധി ഹിന്ദു ഭവനങ്ങൾ അഗ്നിക്കിരയായി, വാഹനങ്ങൾ അതേപോലെ തന്നെ സ്ഥാപനങ്ങളൊക്കെ തന്നെ അഗ്നിക്കിരയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി സ്ഥാപനങ്ങൾ അവിടെ നിന്നും പൂർണ്ണമായും പൊളിച്ചു മാറ്റുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സമാനതകളില്ലാത്ത അക്രമമായിരുന്നു ഈ മുർഷിദാബാദിൽ നടന്നത്. ആ പ്രദേശത്ത് ഇപ്പോഴും ജനജീവിതം സാധാരണഗതിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പശ്ചിമ ബംഗാൾ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇപ്പോൾ നിലവിൽ അവിടെ BSF-ൻ്റെയും അതേപോലെ തന്നെ CRPF-ൻ്റെയും RAF-ൻ്റെയും ഒക്കെ തന്നെ ഭടന്മാരുടെ ഒരു സംരക്ഷണയിലാണ് ഈ മേഖല കടന്നു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം BJP-യുടെ സുകേന്ദു മജുംദാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഇരകളിൽ ചിലർ രാജ്ഭവനിലെത്തി പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസിനെ കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലെത്തി ആഭ്യന്തര മന്ത്രാലയവുമായും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. ഒരു പക്ഷേ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാകും ഇന്നിപ്പോൾ അദ്ദേഹം ഈ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ കലാപ ബാധിത മേഖലകൾ സന്ദർശിക്കുവാൻ ഒരുങ്ങുന്നത്. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മാൾഡയിലും അദ്ദേഹം സന്ദർശനം നടത്തുമെന്നുള്ളതാണ്. മാൾഡയിൽ നേരത്തെ സമാനമായ രീതിയിൽ വലിയ കലാപമുണ്ടായ പ്രദേശമായിരുന്നു. ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇത്തരം സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ ഈ സമാനമായ കലാപമുണ്ടായത് മാൾഡയിലായിരുന്നു. അവിടെയും ഹിന്ദു ഭവനങ്ങൾ അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 മേഖലകളിലും ഇന്ന് അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇരകൾക്ക് നീതി വേണമെന്ന് ഇന്നലെ അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതിഗതികൾ അവിടുത്തെ ജില്ലാ ഭരണകൂടവുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും വിലയിരുത്തുമെന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി. അതേപോലെ തന്നെ ഇരകൾക്ക് അവിടെ സ്ഥിരമായി BSF-ൻ്റെ ഒരു ക്യാമ്പ് വേണമെന്നുള്ളത് ഈ പ്രദേശവാസികൾ സ്ഥിരമായി ആരോപിക്കുന്നു. അവിടെ സ്ഥിരമായി ആവശ്യപ്പെടുന്നു. അവിടെ നിരന്തരം ഇത്തരം കലാപങ്ങൾ ഉണ്ടാകുന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ ഒരു കേന്ദ്ര സേനയുടെ പ്രത്യേകിച്ച് BSF-ൻ്റെ ഒരു സ്ഥിരം ക്യാമ്പ് ഈ മേഖലയിൽ വേണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നലെ CV ആനന്ദ് ബോസിന് മുന്നിലും സമാനമായ ആവശ്യം ഈ ഇരകൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യവും അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് അദ്ദേഹം നേരിട്ട് ഈ സ്ഥലത്തേക്ക് ഈ കലാപബാധിത പ്രദേശങ്ങളിലേക്ക് എത്തി ഇരകളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ തന്നെ സന്ദർശിക്കുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മുർഷിദാബാദ് സന്ദർശിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. കൃഷ്ണ, പശ്ചിമ ബംഗാൾ ഗവർണർ മുർഷിദാബാദിലേക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ. അമേരിക്കയിൽ ഫ്ലോറിഡ സർവകലാശാലയിലെ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. മുൻ പോലീസ് ഉദ്യോഗസ്ഥയുടെ മകനായ 20-കാരനാണ് അക്രമം നടത്തിയത്. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് യൂണിയന് സമീപം വിദ്യാർത്ഥികളുടെ നേരെ നിറയൊഴിക്കുകയായിരുന്നു. അമ്മയുടെ തോക്കുപയോഗിച്ചാണ് വെടിയുതിർത്തത്. എന്നാൽ ആക്രമണത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല. ഫീനിക്സ് ഇഗ്നർ എന്നയാളാണ് അക്രമം നടത്തിയത്. ഇയാളെ പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തി. ചൈനയുമായുള്ള താരിഫ് തർക്കം പരിഹരിക്കാൻ ചർച്ചകൾ ആരംഭിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നേരിട്ട് ചർച്ചകൾ നടത്തുമോ എന്ന ചോദ്യത്തിന് കൃത്യമായി പ്രതികരിക്കാൻ ട്രംപ് തയ്യാറായില്ല. അങ്ങനെ സംഭവിക്കുമോ എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഇപ്പോൾ ഉചിതമാകില്ലെന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി. ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം.
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാകുമെന്ന് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ചൈനയ്ക്ക് ട്രംപ് ഭരണകൂടം 245% താരിഫ് ഉയർത്തിയത്. ആദ്യം 145% ചൈനയും താരിഫ് ഉയർത്തിയതോടെ 245% വർദ്ധിപ്പിക്കുകയായിരുന്നു. ചേറ്റൂരിനോട് കടുത്ത അവഗണനയാണ് എല്ലാ കാലത്തും കോൺഗ്രസും CPM-ഉം നടത്തിയിട്ടുള്ളത്. ഇന്നും അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരം പാലക്കാട് മങ്കരയിൽ കാടുകയറി കിടക്കുകയാണ്. ചേറ്റൂരിന് ഉത്തരേന്ത്യയിൽ ലഭിക്കുന്ന പരിഗണന പോലും കേരളത്തിൽ ലഭിച്ചിട്ടില്ലെന്ന് കുടുംബവും പറയുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മലയാളികളുടെയും ഭാരതീയരുടെയും അഭിമാനം വാനോളം ഉയർത്തിയ വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. എന്നാൽ അദ്ദേഹത്തിന് മതിയായ പരിഗണന നമ്മൾ നൽകിയോ? അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പാലക്കാട്ടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് കാണാം. രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ സ്വാതന്ത്ര്യ സമര പോരാളി ചേറ്റൂർ ശങ്കരൻ നായർ അന്തിയുറങ്ങുന്നത് പാലക്കാട് മങ്കരയിലാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിലേക്ക് എത്തണമെങ്കിൽ റെയിൽവേ ട്രാക്ക് ഇടമുറിച്ച് പാടവരമ്പിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിക്കണം. പിന്നീട് കുറ്റിക്കാടുകൾക്കിടയിലൂടെ സഞ്ചരിച്ചാലാണ് ചേറ്റൂർ എന്ന യുഗപുരുഷൻ അന്തിയുറങ്ങുന്ന മണ്ണിലേക്ക് എത്താൻ ആവുക. ഇതാണ് ചേറ്റൂർ ശങ്കരൻ നായർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാരതപ്പുഴയുടെ തീരത്തെ ഭൂമി. നല്ലൊരു വഴി പോലുമില്ലാത്ത ഇവിടം കാലങ്ങളായി കാട് മൂടിക്കിടക്കുകയാണ്. ചേറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസും ഇടതുപക്ഷവും എത്രമാത്രം അവഗണിച്ചു എന്നതിൻ്റെ നേർചിത്രമാണ് ഭാരതപ്പുഴയ്ക്ക് സമീപം അദ്ദേഹം അന്തിയുറങ്ങുന്ന മണ്ണ്. ചെന്നൈയിൽ വെച്ച് അപകടത്തിൽ മരിച്ച ചേറ്റൂരിനെ പാലക്കാട് മങ്കരയിലെ ഭാരതപ്പുഴയ്ക്ക് സമീപം അടക്കം ചെയ്യണമെന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. എന്നാൽ ഇന്ന് അവിടം കാട് മൂടി കിടക്കുന്നു. ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരുടെ അന്തിയുറങ്ങുന്ന ഭൂമിയാണിത്. മങ്കര പഞ്ചായത്തിലെ ചേറ്റൂർ പ്രദേശമാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെയും അവസാനത്തെയും മലയാളിയായ പ്രസിഡന്റാണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ. പക്ഷേ അദ്ദേഹത്തിന്റെ അന്തിയുറങ്ങുന്ന ഭൂമി, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിനെ ഭാരതപ്പുഴയുടെ തീരത്ത് അടക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ അന്ത്യ അഭിലാഷം അവരുടെ കുടുംബ പ്രദേശം തന്നെയാണ് ഈ അടക്കം ചെയ്തിരിക്കുന്ന ഈ പ്രദേശം. അവരുടെ ശ്മശാന ഭൂമിയാണ്. അദ്ദേഹത്തിനെ അടക്കം ചെയ്തിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ അവസ്ഥയാണ് ഇന്ന് നിങ്ങൾ ഈ നേർചിത്രമാണ് ഈ കാണുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അന്ത്യ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഉറങ്ങുന്ന ഈ ഭൂമി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭരിച്ചിരുന്ന കോൺഗ്രസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരായിക്കോട്ടെ, തീർത്തും അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നേർചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് ദയനീയ അവസ്ഥയാണ്. കാരണം ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഭൂമി ഇങ്ങനെ കാട് മൂടിക്കെട്ടുക, രാഷ്ട്രീയം പല രാഷ്ട്രീയം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൂമിക്ക് ഒരു വഴിയില്ല. ഇവിടെ യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന് പല സമരങ്ങൾ അവർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പോലെ ഒരാൾക്ക് വേണ്ടി, ഇദ്ദേഹത്തിന് വേണ്ടി ഈ ഭൂമി ഒന്ന് സംരക്ഷിക്കുക, ഇവിടെ കാട് വെട്ടിത്തെളിക്കുക, അതൊന്നും ചെയ്യാതെ അവരുടെ സ്വന്തം രാഷ്ട്രീയത്തിന് മുതലെടുക്കുക മാത്രമേ ചെയ്യണേ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചേറ്റൂർ പാലക്കാട് വന്നിറങ്ങുന്ന മങ്കര റെയിൽവേ സ്റ്റേഷൻ സ്മൃതി കുടീരത്തിന് സമീപത്തായി ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് മങ്കര റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചത്. മങ്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കവാടത്തിൽ ചേറ്റൂരിൻ്റെ പേരുണ്ട് എന്നതൊഴിച്ചാൽ ഒരിടത്തും ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തിയ ഈ ധീര ദേശാഭിമാനിയെ കാണാൻ കഴിയില്ല. ഒറ്റപ്പാലം ആശുപത്രിക്കും ചേറ്റൂരിൻ്റെ പേരായിരുന്നു. എന്നാൽ ആശുപത്രിയിലെ ഗേറ്റിൽ ഒതുങ്ങി ആ പേര്. ചേറ്റൂർ ശങ്കരൻ നായരുടെ വീട് പാലക്കാട് മങ്കരയിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് മതിയായ പരിഗണന ലഭിച്ചിരുന്നില്ല എന്നുള്ള പരാതി തന്നെയാണ് കുടുംബത്തിനും ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യത്തെയും അവസാനത്തെയും മലയാളിയാണ് ചേറ്റൂർ. നോർത്ത് ഇന്ത്യയിൽ ലഭിക്കുന്ന പരിഗണന പോലും
കേരളത്തിൽ അദ്ദേഹത്തിന് നൽകിയിട്ടില്ലെന്നാണ് കുടുംബവും പറയുന്നത്. ആഘോഷിക്കേണ്ടതാണ്. പിന്നെ കോൺഗ്രസ് റിസൈൻ ചെയ്തല്ലോ, അത് കാരണം പുള്ളിക്ക് ഒരു നാഷണൽ ലെവൽ ഇതില്ലാതെ ആയിപ്പോയി. പിന്നെ മുഴുവൻ കോൺഗ്രസിന്റെ ഭരണമല്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് ശരിക്കും പറഞ്ഞാൽ ഒരു അന്യനെ പോലെയായി ഇവർ. ജാലിയൻ വാലാബാഗിന്റെ കാരണത്തിനാണ് റിസൈൻ ചെയ്തതെങ്കിൽ പോലും അതിനുശേഷം ബ്രിട്ടീഷേഴ്സിന് എതിരായിട്ടാണല്ലോ പ്രവർത്തിച്ചിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ്. ആരും അതിന് ഇനീഷ്യേറ്റീവ് എടുത്തില്ല. മലയാളികൾ ഏറ്റവും അധികം പരിഗണിക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ലണ്ടനിൽ വരെ പോയി പോരാട്ടം നയിച്ച ചേറ്റൂർ. എന്നാൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം പോലും ഇന്നും ജന്മനാടായ മങ്കരയിലോ പാലക്കാടോ എന്തിന് കേരളത്തിൽ തന്നെയോ ഇല്ല. കോൺഗ്രസും കേരളവും ചേറ്റൂരിനെ നിരന്തരമായി അവഗണിക്കുമ്പോഴാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം വെള്ളിത്തിരയിൽ സിനിമയായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച ചേറ്റൂർ ശങ്കരൻ നായരുടെ കഥ കേസരി 2 എന്ന പേരിൽ ഇന്ന് വെള്ളിത്തിരയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഏറെ സന്തോഷത്തിലാണ്. പാലക്കാട് മങ്കരയിൽ ചേറ്റൂർ ജനിച്ചു വളർന്ന വീടും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇന്നും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെയും അവസാനത്തെയും അധ്യക്ഷനായ ഏക മലയാളി, വിദേശ മേധാവിത്വത്തെ ഏറ്റവും അധികം വിമർശിക്കുകയും ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവിയോടുകൂടി സ്വയംഭരണം വേണമെന്ന് വാദിക്കുകയും ചെയ്ത വ്യക്തി. എല്ലാത്തിലും ഉപരി 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച് ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ ഉത്തരവാദിയായ ജനറൽ മൈക്കൽ ഡയറിനെതിരെയും ക്രൂരമായ മാർഷൽ നിയമത്തിനെതിരെയും ഇംഗ്ലണ്ടിൽ വരെ ചെന്ന് കേസ് വാദിച്ച ധീരൻ ചേറ്റൂർ ശങ്കരൻ നായർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ്. മലയാളിക്കും ഭാരതീയനും ഒരുപോലെ അഭിമാനിക്കാവുന്ന വ്യക്തിത്വം. ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹത്തിന്റെ പോരാട്ടം സിനിമയാവുമ്പോൾ പാലക്കാട് മങ്കരയിലെ ചേറ്റൂരിന്റെ കുടുംബാംഗങ്ങളും ഏറെ സന്തോഷത്തിലാണ്. ചേറ്റൂരിന്റെ പോരാട്ട വീര്യം ഓർത്തെടുക്കുന്നു കൊച്ചുമോൻ ചേറ്റൂർ കൃഷ്ണൻ നായർ. ജാലിയൻ വാലാബാഗ് മസാക്കറിൽ അന്ന് ഈ കേന്ദ്രത്തിൽ ക്യാബിനറ്റിന് പകരം വൈസ്രോയ്സ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമായിരുന്നു. അതിൽ 3 ബ്രിട്ടീഷേഴ്സും ഒരു ഇന്ത്യനുമായിരുന്നു. അതിലത്തെ ഇന്ത്യൻ സർ സി ശങ്കരൻ നായരായിരുന്നു. അപ്പോൾ അവരാണ് ഈ അന്നത്തെ ക്വീനിന് വേണ്ടി കിങ്ങിന് വേണ്ടിയുള്ള റൂളേഴ്സ്, ഇന്ത്യൻ റൂളേഴ്സ്. ചേറ്റൂർ ജനിച്ചു വളർന്ന വീട് ഏറെ കാലപ്പഴക്കം ചെന്നെങ്കിലും ഇന്നും മങ്കരയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഭാരതപ്പുഴയോട് ചേർന്ന് അദ്ദേഹം അന്തിയുറങ്ങുന്ന ഭൂമിയും. നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലെല്ലാം ഇദ്ദേഹമാണ് നയിച്ചിരുന്നത്. അത് അന്ന് ഇന്നത്തെ മാതിരിയുള്ള മാസ് പോരാട്ടങ്ങളല്ലായിരുന്നു. അധികവും ലീഗൽ ആയിട്ടും ഇല്ലെങ്കിൽ എന്താ പറയുന്നത് ഒഫീഷ്യൽ ലെവലിലുള്ള പോരാട്ടങ്ങളായിരുന്നു. ചേറ്റൂരിന് വേണ്ടി മാത്രമാണ് മങ്കരയിൽ പണ്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും ആ റെയിൽവേ സ്റ്റേഷനിൽ തളം കെട്ടി നിൽക്കുന്നു. അവർക്കൊക്കെ സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നല്ലോ. ലീവിൽ വരുമ്പോഴും ശങ്കരൻ നായരിലൊക്കെ ലീവിൽ വരുന്ന സമയത്ത് അതിനു വേണ്ടിയാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലായിരുന്നു. ലീവിൽ വരുമ്പോൾ ഒരു ട്രെയിനിലാണ് വരിക. ആ ട്രെയിൻ ഈസ് ഫോർ ഹിം. ഇപ്പോൾ ഇന്ന് കാറിൽ പോകുന്ന പോലെ ഒരു ബോഗിയിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയും, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ബോഗികളിൽ പകുതി പോലീസ് അവിടെയും പകുതി പോലീസ് ഇവിടെയും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും ടൈപ്പിസ്റ്റുകളും ബാക്കിയുള്ള ഓഫീസും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ആ ട്രെയിൻ കൊണ്ട് നിർത്താനുള്ള സ്ഥലമായിരുന്നത്. ചേറ്റൂരിന്റെ മറ്റു കുടുംബാംഗങ്ങൾ ഒറ്റപ്പാലത്തും പാലക്കാട് നഗരത്തിലുമെല്ലാമായി താമസിക്കുന്നുണ്ട്. അവർ എല്ലാവരും ഒരേപോലെ ആകാംക്ഷയിലും സന്തോഷത്തിലുമാണ് വെള്ളിത്തിരയിൽ ചേറ്റൂരിന്റെ കഥ കാണുവാനായി. ജനം, പാലക്കാട്. ആരാണ് സർ ചേറ്റൂർ ശങ്കരൻ നായർ? 1857 ജൂലൈ 11 പാലക്കാട് മങ്കരയിൽ ജനനം. 40 വർഷങ്ങൾക്കപ്പുറം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക്. ആ പദവിയിലിരുന്ന ഏക മലയാളി.
തികഞ്ഞ ദേശീയവാദിയും അഭിഭാഷകനും. ജാലിയൻ വാലാബാഗ് കേസിൽ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച വീരനായകൻ. എന്നിട്ടും കോൺഗ്രസ് മറന്നുപോയ നേതാവ്. കാലത്തിരശീല വന്നു മൂടിപ്പോയിട്ട് 90 ആണ്ടാകുന്നു. ശേഷം ഇതുവരെ ആ പേരെടുത്തു പറഞ്ഞിട്ടില്ല ആ പാർട്ടി. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ആഴം കോടതിയിൽ വിളിച്ചു പറഞ്ഞ ചേറ്റൂർ ജനറൽ ഡയറിൻ്റെ കൊടും ക്രൂരത തുറന്നുകാട്ടി. ബ്രിട്ടനിൽ പോയി വാദിച്ചു. ആ ധീര പോരാട്ടം കൊളോണിയൽ സംവിധാനത്തിൻ്റെ അടിവേര് തോണ്ടി. ആ മഹാനേതാവിനെ ഒഴിവാക്കാനായിരുന്നു കോൺഗ്രസിന് ഇഷ്ടം. ചരിത്രത്തിൽ നിന്ന് മായ്ക്കാനായിരുന്നു അവരുടെ പരിശ്രമം. സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ, ഡോക്ടർ അംബേദ്കറിനെ പോലെ. കോൺഗ്രസിൻ്റെ തിരസ്കാര പട്ടികയിലെ മറ്റൊരാൾ. ഗാന്ധിയുടെ എല്ലാ ആശയങ്ങളെയും ചേർത്തു പിടിച്ചില്ല ചേറ്റൂർ. ഭരണഘടനാ വിരുദ്ധ സമരങ്ങളോട് മുഖം തിരിച്ചു. പെട്ടെന്നല്ല, ഘട്ടം ഘട്ടമായി സ്വാതന്ത്ര്യം പുലരണമെന്നാഗ്രഹിച്ചു ശങ്കരൻ നായർ. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ചതുമില്ല. ഖിലാഫത്തിനെ നഖശിഖാന്തം എതിർത്തു. ഉപരിപഠനത്തിന് വിദേശ സർവകലാശാലകളുടെ സാന്നിധ്യം വേണമെന്ന നിലപാട് പണ്ടേ എടുത്തു. അങ്ങനെ പല കാരണങ്ങളാൽ കോൺഗ്രസ്സിന് അനഭിമതനായി ചേറ്റൂർ. ഇനി അതുണ്ടാവില്ലെന്നുറപ്പാണ്. അംബേദ്കർ ജയന്തി ദിനത്തിൽ ഹരിയാനയിലെ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പേരുറക്കെ പറഞ്ഞു. ചേറ്റൂർ ശങ്കരൻ നായരെ അടിവരയിട്ട് അടയാളപ്പെടുത്തി. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിലൂന്നി ബ്രിട്ടീഷുകാർക്ക് നേരെ വിരൽ ചൂണ്ടി നിയമയുദ്ധത്തിനിറങ്ങിപ്പുറപ്പെട്ട പോരാട്ടങ്ങളെ പ്രധാനമന്ത്രി ഓർത്തെടുത്തു. ആധുനിക ഭാരത ചരിത്രത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ പുതിയൊരേടാണ്. അഭിമാനപൂർവ്വം പിന്തുടരേണ്ട സൂര്യ തേജസ്സാണ്. ഓർക്കേണ്ടവർ മറക്കുമ്പോൾ ഓർമ്മയിലേക്ക് ചേറ്റൂരിനെ തിരികെ വിളിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 68 ദിവസമായി ഭരണസിര കേന്ദ്രത്തിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് എന്നും ദുഃഖദിനമാണ്. ഈ ദുഃഖവെള്ളി ദിനവും പ്രതീക്ഷയോടെ തള്ളി നീക്കുകയാണവർ. ദുഃഖവെള്ളി ആചരിക്കുന്ന ഇന്ന് വിവിധ പരിപാടികളാണ് ആശമാർ സമരവേദിയിൽ ഒരുക്കുന്നത്. വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, പറയൂ. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. സമാന്തരമായൊരു ദുഃഖ കാഴ്ച തന്നെയാണ് ആശാവർക്കർമാരുടെ സമരപന്തലിലും കാണാൻ സാധിക്കുന്നത്. ഇന്ന് 68 ദിവസമായി അവരുടെ സഹന സമരം ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടരുകയാണ്. ഒപ്പം തന്നെ 30 ദിവസമായി നിരാഹാര സമരവും ഇവിടെ ആശാവർക്കർമാർ നടത്തുന്നത്. നമുക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ വിവിധ സഹന സമര രീതികൾ അവർ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ 68 ദിവസങ്ങൾ പിന്നിടുമ്പോഴും യാതൊരു തരത്തിലുള്ള നടപടിയും ഇവരുടെ സമരത്തിലോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ശക്തമായ സമരം വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് സമരസമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. സമരം ഈ 68ാം ദിവസം തുടരുമ്പോഴും ഇന്നും ദുഃഖം ആചരിച്ചുകൊണ്ട് ഇവർ ഈ സമരപന്തലിൽ തുടരുകയാണ്. മുടിമുറിച്ചും ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള സമരങ്ങൾ നടത്തിയും അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും ഒപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾ 21,000 രൂപയാക്കി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഒപ്പം തന്നെ അവരുടെ ജോലി കഴിഞ്ഞ് അവർ മടങ്ങുമ്പോൾ അവരുടെ ആനുകൂല്യമായി അവരുടെ വിടുതൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം കഴിഞ്ഞ 68 ദിവസമായി ഈ രാപ്പകൽ സമരം ഇവിടെ തുടരുന്നത്. എന്തായാലും സമരത്തിൽ കൃത്യമായ രീതിയിൽ ഒരു രീതിയിലുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നത് CPO സമരപന്തലിൽ നിന്നാണ്. 45ഓളം വരുന്ന ആളുകൾക്ക് അഡ്വൈസ് മെമ്മോ അനുവദിച്ച് സർക്കാർ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇവരും ആശ്വാസത്തിലാണ്, പ്രതീക്ഷയിലാണ്. കാരണം തങ്ങളുടെ സമരവും സർക്കാർ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ ആശാ വർക്കർമാർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 68 ദിവസം പിന്നിടുമ്പോൾ സമരസമിതി നേതാക്കൾ നമ്മൾക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, ഇന്നിപ്പോൾ 68 ദിവസമായി ദുഃഖവെള്ളിയാഴ്ചയാണ്, ദുഃഖദിനമാണ്. എന്താണ് സമരം തുടരുക തന്നെയല്ലേ? സമരം തുടരുക തന്നെയാണ്. തീർച്ചയായിട്ടും സർക്കാർ ഒരു നടപടി സ്വീകരിക്കാത്തതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖം ഇന്നത്തെ ദിവസമുണ്ട്. എത്രയും വേഗം ഇത് ഡിമാൻഡുകൾ അംഗീകരിച്ച് സമരം പരിഹരിക്കാനുള്ളൊരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണം. കാരണം ഇത്രയും ദിവസമായ വളരെ ദരിദ്രരായ ആശാവർക്കർമാർ തെരുവിൽ വന്ന് സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അതികഠിനം തന്നെയാണ്. ഗവൺമെൻറ് അത് കാണണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ ആശാവർക്കർമാരുടെ സമരം തുടർന്ന് തൊട്ടപ്പുറത്ത് CPO സമരം തുടർന്നു. CPOക്ക് ഇപ്പോൾ 45 പേർക്ക് അഡ്വൈസ് മെമ്മോ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സർക്കാർ നടപടികൾ ആരംഭിച്ചു. പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ നിങ്ങളുടെ സമരത്തെയും സർക്കാർ കേൾക്കും, കാണുമെന്ന്? തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിനുള്ളിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ സമരങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മുഖവിലേക്ക് എടുക്കാതെ സർക്കാരിന് പോകാൻ പറ്റത്തില്ലല്ലോ. കടുംപിടുത്തമായിട്ട് എത്ര നാൾ പോകാൻ പറ്റും? തീർച്ചയായിട്ടും ഈ സമരം സെറ്റിൽ ചെയ്യുമെന്നുള്ള 100% പ്രതീക്ഷയിലാണ് ഞങ്ങളിരിക്കുന്നത്. ഒരു മന്ത്രിതല ചർച്ചയും കൂടെ പ്രതീക്ഷ വെക്കണമല്ലോ.
തീർച്ചയായിട്ടും ചർച്ച ഉണ്ടാവണം, സമരം സെറ്റിൽ ചെയ്യണം, നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണം. നമ്മളിപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ ഏറ്റവും ലീസ്റ്റായിട്ടുള്ളൊരു പ്രപ്പോസലാണ് വെച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കുന്നതിന് സർക്കാരിന് ഒരു തടസ്സവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ചില പിടിവാശിയുടെയും രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പോകുന്നതെന്നാണ് ഞങ്ങളിപ്പം മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വെടിഞ്ഞ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചുള്ള നിലപാടുണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അവരുടെ നിസ്സാരമായിട്ടുള്ള ചില ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങൾ സർക്കാർ കേൾക്കും, കാണുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷയായി വെക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് പിന്നിൽ കാണാം, പ്രായമായ അമ്മമാരുണ്ട്, മുട്ടയടിച്ച് പ്രതിഷേധിച്ച അമ്മമാരുണ്ട്, ഒപ്പം തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും സർക്കാർ കാണുന്നില്ല. രാഷ്ട്രീയമായി മാത്രമേ ഈ സമരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ഈ ഒരു ബോർഡിൽ 68 ദിവസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കാരണം 3 ഘട്ടങ്ങളായി മന്ത്രിതല ചർച്ച നടത്തി. ആ മന്ത്രിതല ചർച്ചയിൽ ഒന്നും തന്നെ തീരുമാനങ്ങൾ ഉണ്ടായില്ല. ആ തീരുമാനങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശാവർക്കർമാർ ഈ സമരപ്പന്തലിൽ ഇന്നും ഇവിടെ തുടരുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ പല സമരങ്ങളും കണ്ടിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ. പക്ഷേ ഒരു സ്ത്രീകൾ നേതൃത്വം നൽകി സ്ത്രീ ശക്തി തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ 68 ദിവസമായി ഈ സമരം, 30 ദിവസമായി നിരാഹാര സമരം, അതൊരു ചരിത്രം തന്നെയായി മാറുകയാണ്. എന്തായാലും ആ ചരിത്രത്തോട് സർക്കാരും പിണറായി വിജയനും വിമുഖത കാട്ടുന്നു, അല്ലെങ്കിൽ അവരോട് മുഖം തിരിക്കുന്നു എന്നുള്ളൊരു വിമർശനം മാത്രമാണ് ഇവർക്കുള്ളത്. എന്തായാലും പ്രതീക്ഷ കൈവച്ചുകൊണ്ട് തന്നെയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിലും ദുഃഖം പേറി ഇവർ ഈ സമരപ്പന്തലിൽ തുടരുകയും ചെയ്തത്. ആശമാരുടെ സമരം 68-ാം ദിവസം ഏറെ വേദനയോടെ ദുഃഖവെള്ളി ദിനത്തിലും സമരമിരിക്കുകയാണ് അവർ. ആ സമരപ്പന്തലിന് തൊട്ടടുത്ത് ആശ്വാസ വാർത്തയാണ് വരുന്നത്. CPO ലിസ്റ്റിൽ 45 പേർക്ക് നിയമന ശുപാർശ നൽകി സർക്കാർ. സമരം ചെയ്യുന്ന 3 പേർക്കും നിയമന ശുപാർശ ലഭിച്ചു. റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാൻ 2 ദിവസം ബാക്കി നിൽക്കെയാണ് നടപടി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഇത്രനാൾ കാക്കണമായിരുന്നു എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കാരണം ആ സമരമിരുന്ന ഉദ്യോഗാർത്ഥികൾ എത്രമാത്രം കഷ്ടം അനുഭവിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ആ പൊരിവെയിലത്ത് ഏതൊക്കെ തരത്തിൽ അവർ സമരരീതികൾ നടപ്പിലാക്കി എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഒഴിവുണ്ടായിരുന്നു, അത് കൊടുക്കാമായിരുന്നു, എന്തുകൊണ്ട് ഇത്ര വൈകി സർക്കാരെ എന്ന ചോദ്യം അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ആശ്വാസമെന്ന് പറയാം. പക്ഷേ സമരമിരുന്ന എല്ലാവർക്കും ആശ്വാസമുണ്ടോ എന്നൊരു കാര്യത്തിലാണ് ആശങ്ക. കാരണം സമരത്തിൽ പങ്കെടുത്ത 3 പേർക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ളത്. പ്രിയ അരുണിമ തുടങ്ങിയ 3 പേർക്ക് ആണ് നിലവിലിപ്പോൾ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ളത്. 45 പേർക്ക് അഡ്വൈസ് മെമ്മോ സർക്കാർ കൈമാറിയിട്ടുണ്ടെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 45 പേർക്ക് അഡ്വൈസ് കൈമാറിയിട്ടുണ്ടെങ്കിലും സമരം ചെയ്തവരിൽ ഭൂരിഭാഗം പേർക്കും ഇപ്പോഴും ഈ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്ക തന്നെയാണ് തുടരുന്നത്. കാരണം ഇനി ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ കൂടെ ഇനി ഈ സമരം അവർ മുന്നോട്ട് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് സമരം ചെയ്യാൻ വേറെ മാർഗമില്ല. കാരണം ഇനി സമരം ചെയ്താലും സർക്കാർ കണ്ണു തുറക്കുമോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം 15,000-ഓളം വരുന്ന CPO റാങ്ക് ലിസ്റ്റിൻ്റെ സമരം, അല്ലെങ്കിൽ 15,000-ഓളം ഉദ്യോഗാർത്ഥികൾ വരുന്ന ഒരു CPO റാങ്ക് ലിസ്റ്റിൻ്റെ സമരം കണ്ട തലസ്ഥാനമാണ്. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ സമരം കണ്ട ഇടം കൂടിയാണ്. വിവിധ രീതിയിൽ അവർ സമരം ചെയ്തു, കുരിശ് ചുമന്നു, മുട്ടുകാലിൽ ഇഴഞ്ഞു, തലമുണ്ടനം ചെയ്തു, ഉപ്പുകല്ലിൽ നിന്നു, അങ്ങനെ സമരം ചെയ്യാൻ മാർഗമൊന്നുമില്ലാതെ അവസാനം സർക്കാരിനെ തലയ്ക്ക് കൈവച്ച് പ്രാഗി അവർ പഠിച്ച പുസ്തകങ്ങളും അവർ പഠിച്ച എല്ലാ മെറ്റീരിയൽസും ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൻ്റെ മുന്നിലിട്ട് കത്തിച്ചതിന് ശേഷമാണ് CPO റാങ്ക് ഹോൾഡേഴ്സ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. പക്ഷേ ഇന്ന് 3 പേർക്ക് മാത്രം നിലവിൽ സമരം ചെയ്തിട്ടുള്ളവർക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം ഇപ്പോഴും ത്രിശങ്കു സ്വർഗത്തിലാണ്. ഇനി നാളെ കഴിയുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്. അവസാനിച്ച് കഴിയുമ്പോൾ ഈ ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ജീവിതം അവർ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഈ വഴിയിൽ നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ PSCയിൽ CPO പോലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിൽ ഒരുപാട് ഈ CPO പോലുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒഴിവുകൾ കിടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ആവശ്യപ്പെടുമ്പോഴാണ് ഇത്തിരി എണ്ണിപ്പിച്ചുട്ട് അപ്പം പോലെയുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതും അതിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അഡ്വൈസ് മെമ്മോ കൊടുക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സമരം ചെയ്ത എല്ലാവർക്കും നീതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നീതി ലഭിച്ചിട്ടില്ല. 3
3 പേർക്ക് മാത്രമാണ് ഇപ്പോൾ അവർ ഈ ലിസ്റ്റിൽ ഈ സമരം ചെയ്യുന്നവരിൽ 3 പേര് മാത്രമാണ് ഒരുപക്ഷെ ഇനി CPI ജോലിയിലേക്ക് പ്രവേശിക്കുക. ബാക്കിയുള്ളവരൊക്കെ മാറി നിൽക്കുന്നവരാണ്. അവരിൽ 42ഓളം പേർക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട്. ഈ സമരം ചെയ്യുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഇനിയും ഈ അഡ്വൈസ് മെമ്മോ ലഭിക്കേണ്ടവരാണ്. ഇവരുടെ കാര്യത്തിൽ മാത്രമാണ് ഇനി നിലവിൽ ആശങ്ക. ഇക്കാര്യത്തിന് സർക്കാർ ഒരു അന്തിമ തീരുമാനം എടുക്കോ എന്നൊരു കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും നീതി ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും നീതി ലഭിച്ചിട്ടില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം സമാധാനിക്കാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സമരം നാളെയും കൂടി തുടരും. വളരെ ദുഃഖം പിടിച്ച അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പെൺകുട്ടികൾ കഴിഞ്ഞ ഒരു 10-12 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കലിൽ കാഴ്ചവെക്കാൻ സമര രീതികളൊന്നുമില്ല. അവർ ഈ മഴയത്തും വെയിലത്തും രാത്രിയൊക്കെ സർക്കാരിനോട് കേഴുകയായിരുന്നു. അവരുടെ അഡ്വൈസ് മെമ്മോയിൽ അവരുടെ ജോലി കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരെ വന്നിട്ടുള്ള അല്ലെങ്കിൽ ശമ്പളത്തിന് വേണ്ടി, തൊഴിലിന് വേണ്ടി, അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഈ സമരങ്ങളൊക്കെ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുമ്പോഴും ഇവിടെ ഈ യുവാക്കൾ അല്ലെങ്കിൽ യുവജനങ്ങൾ തൊഴിലിന് വേണ്ടി തൊഴിലിൻ്റെ അരക്ഷിതാവസ്ഥയിൽ തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും 45 പേരോളം പേർക്കാണ് നിലവിൽ ഇപ്പോൾ CPO വുമൻസ് റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് മെമ്മോ നൽകിയിട്ടുള്ളത്. അതിൽ സമരം ചെയ്യുന്ന 3 പേർക്ക് മാത്രമാണ് നിലവിൽ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന 3 പേർക്ക് മാത്രമാണ് തൊഴിൽ ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ കാര്യം ഇപ്പോഴും ആശങ്ക തന്നെയാണ്. കൃഷ്ണരാജ്, സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർക്ക് അക്ഷരങ്ങൾ കൊണ്ട് ആദരമർപ്പിച്ചിരിക്കുകയാണ് ഒരു നാട്. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ജനകീയ ഡോക്ടർ എ മൊയ്തീൻ കുട്ടിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് അക്ഷരാഞ്ജലി അർപ്പിച്ചത്. 78 പേരുടെ ഓർമ്മകളും ഡോക്ടറുടെ ജീവിതരേഖയുമാണ് ഡോക്ടർക്കും അപ്പുറം എന്ന പുസ്തകത്തിലുള്ളത്. ഇതോടെ പുത്തൻ പുലരി പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ. കൊണ്ടോട്ടിയിലെ ജനകീയ ഡോക്ടറായിരുന്നു എ മൊയ്തീൻ കുട്ടി. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ മാത്രമല്ല, അവർ അനുഭവിച്ചിരുന്ന എല്ലാ വേദനകളിലും കണ്ണീരൊപ്പാൻ ഡോക്ടർ ഉണ്ടായിരുന്നു കൂടെ. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം മൊയ്തീൻ കുട്ടി ഡോക്ടർ സജീവം. അദ്ദേഹത്തിന്റെ ചികിത്സാ രീതികളും ഏറെ ജനകീയമായിരുന്നു. നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ. രോഗികളോട് കരുണയോടെയും സ്നേഹത്തോടെയുമുള്ള പെരുമാറ്റം. അതുകൊണ്ടാണ് ഡോക്ടർക്ക് അക്ഷരങ്ങൾ കൊണ്ട് നാട്ടുകാർ ആദരമർപ്പിച്ചതും. സുഹൃത്തുക്കളും അടുപ്പക്കാരുമായ 78 പേരുടെ ഓർമ്മകളും ഡോക്ടറുടെ ജീവിത രേഖയുമാണ് ഡോക്ടർക്കും അപ്പുറം എന്ന സ്മൃതിരേഖയിൽ. വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രസിദ്ധീകരണം കാണുന്നത്. കാരണം 70-80ഓളം പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിൽ തന്നെ സാംസ്കാരികമായിട്ടും നിന്നിട്ടുള്ള പലരും ഇതിൽ എഴുതിയിട്ടുണ്ട്. കുറിച്ചിട്ട് അവരുടെ ഓർമ്മകളാണ് എഴുതിയിട്ടുള്ളത്. എല്ലാവരും ഒന്നല്ല. ബാപ്പുട്ടി എന്നറിയുന്നവരും ഡോക്ടർ എന്നറിയുന്നവരും ഒരു കൂട്ടുകാരെന്നറിയുന്നതും എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പലരും അതിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു പ്രസിദ്ധീകരണമായിരിക്കും. വരും തലമുറകൾക്ക് ഇത് ഉപകാരമായിരിക്കും. കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സ്ഥാപകൻ കൂടിയായിരുന്നു മൊയ്തീൻ കുട്ടി ഡോക്ടർ. സ്ഥാപനത്തിന് സ്ഥലം നൽകിയതും ഇദ്ദേഹം തന്നെ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പുസ്തകം പുറത്തിറക്കിയത്. ഈ പുസ്തകം കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കാണ് പ്രസിദ്ധീകരിക്കുന്നത്. കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സൃഷ്ടിയാണ്. കേവലം ഒരു ഡോക്ടർക്കപ്പുറം സമൂഹത്തിൻ്റെ മിടിപ്പറിഞ്ഞ് പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് ഡോക്ടർ എ മൊയ്തീൻ കുട്ടി സാർ. എല്ലാവരും സ്നേഹത്തോടെ ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന, ബാപ്പുട്ടിക്ക എന്ന് വിളിക്കുന്ന ഡോക്ടർ എ മൊയ്തീൻ കുട്ടിക്ക് നാട് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമർപ്പണമാണ് ഡോക്ടർക്കുമപ്പുറം എന്നുള്ള ഈ പുസ്തകം. മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പുസ്തകം പ്രകാശനം ചെയ്തു. ചരിത്രകാരൻ KK മുഹമ്മദ് അബ്ദുൽ സത്താറാണ് പുസ്തകത്തിന്റെ ചീഫ് എഡിറ്റർ. ജനം, മലപ്പുറം.